ശബ്ദം ആ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. എന്റെ പേര് നിഷാദ് എന്നാണ്. എന്റെ ആ. സ്ഥലം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി. ആ. ആദ്യമായിട്ട് ഇവിടെ എനിക്ക് അവസരം തന്ന ഇതിന്റെ അഡ്മിൻ ആദിലിന് നന്ദി പറയുന്നു. അദ്ദേഹം വളരെ ശ്രമിച്ചിട്ടാണ് എനിക്ക് ഈ അവസരം തന്നിട്ടുള്ളത്. ആദിലിന് വളരെ വലിയ മെനി ബിഗ് താങ്ക്സ് ആദിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദ്യത്തിലേക്ക് എന്റെ വരാം. വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ. ഞാൻ ഈ പരിപാടിക്ക് വന്നപ്പോൾ ആദ്യം ഞാനൊന്ന് സംശയിച്ചത് സുന്നി പരിപാടി വല്ലതാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. കാരണം ഫൈസൽ മൗലവി തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചത് എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ മൗലിദ് ആഘോഷിക്കണം എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയത്. അപ്പൊ ഇവിടെ ഇപ്പോ ഫൈസൽ മൗലവി നേരത്തെ പറഞ്ഞു, ഇബ്നു ഹജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് പോലും മൗലിദിന്റെ അടിസ്ഥാനം ബിദ്അത്താണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ശരി, നിങ്ങൾ പരമാവധി ചുരുക്കി ചോദ്യത്തിലേക്ക് വരാം. അതെ, ചുരുക്കിയാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം ഇപ്പൊ പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഞാൻ പറയുന്നു. അപ്പൊ ഇബ്നു ഹജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ബിദ്അത്തിന്റെ ഈ നബിദിനത്തിന്റെ അടിസ്ഥാനം ബിദ്അത്താണ് എന്ന്. പക്ഷെ അതേ ഇബ്നു ഹജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ഹാഫിദുദ് ദുനിയ, ഹാഫിദുൽ അസ്ർ എന്നൊക്കെ സുപ്രസിദ്ധരായ മഹാനവറുകൾ ഹദീസ് വെച്ചുകൊണ്ട് പറയുകയാണ്. നമ്മുടെ ഫൈസൽ മൗലവി ഒരു മുഖാമുഖത്തിൽ പറയുന്നുണ്ട് ഈ നബിദിനാഘോഷത്തിന് ഹദീസുകൾ ഇല്ല എന്ന്. കണ്ടോ കണ്ടോ? ഓക്കെ, നിങ്ങൾ ചോദിച്ചോളൂ. അതെ, അത് പറയാം. അതെ അതെ, അണ്ടാ പാടുണ്ട് എന്നാണ് ഹദീസ് വേണ്ടതെന്നാണ് ഈ ഫൈസൽ മൗലവി പറയുന്നത്. എന്നാൽ ഇബ്നു ഹജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു പാടുണ്ട് എന്ന ഹദീസ് വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു. ഏതാണ് ഹദീസ്? നമുക്കറിയാം, മുത്ത് റസൂലുള്ളാഹി മദീനത്ത് വന്നപ്പോ ജൂതന്മാര് മുഹറം 10 നോമ്പെടുക്കുന്ന കണ്ടപ്പോ ഈ അവരായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫനഹഖു ബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ ഏറ്റവും മൂസയുമായി അടുത്തവൻ ഞാനാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് നോമ്പ് മശ്റൂവാക്കി, ദീനില് അത് ഇബാദത്താക്കി മാറ്റി. ഈ ഹദീസ് വെച്ചുകൊണ്ട് ഹാഫിദുൽ അസ്ർ ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാഹ് പറയുന്നു, ഫയുസ്തഫാദു മിൻഹു, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഹദീസാണ്, ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ്. അപ്പൊ ഹദീസാണ് ഫിഅലു ശുക്രി ലില്ലാഹി, അല്ലാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അലാമാ മന്നബിഹി ഫി യൗമി മുഅയ്യനി, അല്ലാഹു നിഅമത്ത് ചെയ്ത ദിവസത്തിന് വേണ്ടി മിൻ ഇസ്ദാഇ നിഅമത്തിൻ ഔ ദഫഇ നിഖമത്തിൻ, അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അള്ളാഹു നിഅമത്ത് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ അള്ളാഹു നേരിട്ട് നിഅമത്ത് ഡയറക്റ്റ് ആയിട്ട് തരിക, അതല്ലെങ്കിൽ അത് ഒരു ബലാ ദഫ് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പൊ മൂസാ നബിയെ രക്ഷപ്പെടുത്തിയ പോലെ. മാത്രമല്ല ഓരോ വർഷവും ആ ദിവസം മടങ്ങി വരുമ്പോൾ നന്ദി പ്രകടനം ആവർത്തിക്കണമെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല മിൻകുല്ലി സനത്തിൻ, എവ്രി ഇയർ, എല്ലാ വർഷവും അത് വേണം. വശുക്രില്ലാഹി തആല, അല്ലാഹുക്ക് ശുക്ർ ചെയ്യാന്ന് വെച്ചാലോ യഹ്സുൽ, അത് കരസ്ഥമാക്കാം. ബി അൻവാഇൽ ഇബാദത്തി, ഇബാദത്തിന്റെ പല നൗഉകൾ കൊണ്ട് അത് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. ഏതുപോലെ? കസുജൂദി, സുജൂദ് പോലെ, വസിയാമി, നോമ്പ് പോലെ, വസുദഖത്തി, സുദഖ പോലെ, വതിലാവത്തി, ഖുർആൻ പാരായണം പോലെ. എന്നിട്ട് പറയുന്നു വയ്യു നിഅമതി, ഇപ്പൊ നേരത്തെ ഉദ്ധരിച്ചത് ഒരു സഹോദരൻ ഉദ്ധരിച്ചു, വയ്യു നിഅമതി അഅലമു മിൻ നിഅമതി ബിമുറൂസിയാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർറഹ്മ ഫീ ദാലിക്കൽ യൗം. അതായത് മുത്ത് റസൂലുള്ളാഹിൽ മറ്റേ ബിയോണ്ട് ആയിട്ട് അള്ളാഹുവിന്റെ റസൂൽ അല്ലാതെയുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ കഴിച്ച് വലിയ ഒരു അനുഗ്രഹം ഈ സമുദായത്തിന് പിന്നെ എന്താണുള്ളത്? ഇങ്ങനെ എന്നിട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ ഫയംബഗി, നിർബന്ധമാകുന്നു, ഐ യുതഹറൽ യൗമു ബി ഐനിഹി, കണ്ടോ? അതുകൊണ്ട് തന്നെ മൂസാ നബിയുടെ സംഭവവുമായി യോജിക്കാൻ ആ ദിവസം തന്നെ ശുക്ര രേഖപ്പെടുത്തൽ നടന്നേ മതിയാവൂ എന്ന് ഇബ്നു ഹജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു പറയും. ഇത് ഇമാം സുയൂത്തി, ഇപ്പൊ ഇവിടെ ഫൈസൽ മൗലവി ഉദ്ധരിച്ച ഇമാം സുയൂത്തി തന്നെ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇമാം സുയൂത്തി ഇമാമാണെന്ന് ഫൈസൽ മൗലവി സംഭവിച്ചിട്ടുണ്ട്. അതേ ഇമാം സുയൂത്തി എന്നിട്ട് ശേഷം പറയുകയാണ്, എന്നിട്ട് എന്ത് വേണം? ഫയുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. ഇമാം സുയൂത്തി കളവ് പറയുമല്ലോ അല്ലെ, അദ്ദേഹം പറയാണ് ഫയുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്താക്കപ്പെട്ടു. അയലൻ ഇൽഹാറു ശുക്രി ബി മൗലിദിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിന് വേണ്ടി ശുക്ർ രേഖപ്പെടുത്തുക. എങ്ങനെയൊക്കെ? ബിജിത്തിമായി, നേരത്തെ അദ്ദേഹം പറഞ്ഞ 2 രൂപമാണ്, അത് മാത്രമല്ല ബിജിത്തിമായി ഒജീനം വഇതുആമി തുആമി, ഭക്ഷണം കൊടുക്കല്, വനഹവി ദാലിക, അതുപോലെയുള്ള മറ്റ് എക്സെട്ര കാര്യങ്ങൾ, മിൻ വുജൂഹിൽ ഖുർബാത്തി വ ഇദ്ഹാരിൽ മസറാത്തി, സന്തോഷപ്രകടനം ഒക്കെ പറ്റും. അപ്പൊ നമ്മുടെ റാലി പറ്റും, കൊടിതോരണങ്ങൾ തൂക്കാനൊക്കെ പറ്റും. നെഹ്റുവി ദാലിക എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാനടക്കമുള്ള സുന്നികൾ ചെയ്യുന്ന നബിദിനം
അതെങ്ങനെയാണ് ബിദ്അത്ത് മതത്തിൽ വിരോധിക്കപ്പെട്ട ബിദ്അത്താവുക? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്നെ പറഞ്ഞല്ലോ, ഈ ബിദ്അത്ത് 2 രൂപത്തിലുണ്ട്, അൽ മുഹ്ദസാത്തു വറുബാനി 2 രൂപത്തിലുണ്ട്, അതിൽ കുഴപ്പമില്ലാത്ത നല്ലതായ ബിദ്അത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഇത് പറയുന്നത്. അത് സ്വീകരിക്കപ്പെടാവുന്ന കാര്യമല്ലേ? ഇതിനെന്ത് മറുപടി പറയാം? ഉത്തരത്തിലേക്ക് വളരെ നല്ല ചോദ്യം. അല്ലാഹു ഹക്കായി മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ഒരു ഫത്വയാണ് ഇവിടെ സഹോദരൻ ചോദ്യത്തിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. പിന്നെ ഹദീസ് ഉണ്ട് എന്ന് അസ്ഖലാനി പറഞ്ഞുവെന്നാണ്. നബിദിനം ആഘോഷിക്കാൻ ഹദീസ് ഉണ്ട് എന്നല്ല, മുഹറം 10 നോമ്പ് നോറ്റ ഹദീസ് ഉണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ആ ഫത്വയിലുള്ളത്. ആവട്ടെ, ശരി. എന്നിട്ടും അതേ അസ്ഖലാനി ആ വിഷയം തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞ വാചകം എന്താ? ഇന്ന അസ്ല അമലിൽ മൗലിദി ബിദ്അത്തുന്ന. ഇന്ന അസ്ല അമലിൽ മൗലിദി ബിദ്അത്തുൻ. അമലിൽ മൗലിദിന്റെ അസ്ല അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. മാത്രമല്ല ലം തുൻഖൽ, അത് ഉദ്ധരിക്കപ്പെടുന്ന മിലാൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ടിലെ സലഫു സ്വാലിഹികളായ ഒരാളിൽ നിന്ന് പോലും അത് ഉദ്ധരിക്കപ്പെടുന്നുമില്ല എന്നൊരു കാര്യം അദ്ദേഹം ആദ്യമേ പറഞ്ഞു വെച്ചല്ലോ. അപ്പൊ ഇനിയുള്ള സംശയം എന്താ? ഇമാം അസ്ഖലാനി വൈരുദ്ധ്യം പറഞ്ഞോ എന്നാണ്. ബിദ്അത്താണ് എന്നും ആദ്യം 3 നൂറ്റാണ്ടിലെ സലഫു സ്വാലിഹികളായ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നില്ല എന്നും പറഞ്ഞിട്ട്, എന്നാൽ മുഹറം 10 നോമ്പ് നോക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, അപ്പോൾ പ്രത്യേകമായ നിഅമത്ത് കിട്ടിയ ദിവസം ഒരു ഇബാദത്ത് ചെയ്യാൻ പറ്റുമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഈ അമലുൽ മൗലിദാണ് അവരൊക്കെ ചർച്ച ചെയ്തത്, ഈദു മീലാദിൻ നബി അല്ല. അതാണ് വ്യത്യാസം. അസ്ഖലാനി ഇമാമാവട്ടെ, സുയൂത്തി റഹിമത്തുള്ളാഹി അല്ലാത്തവരാകട്ടെ, അവരൊക്കെ ചർച്ച കൊണ്ടുവന്നത് അമലുൽ മൗലിദ് എന്നാണ്. ആ അമലുൽ മൗലിദിനെ അവരാരും ദീനിന്റെ ഒരു ഇബാദത്തായി, ദീനിലെ ഒരു ശിആറായി അവരതിനെ കണ്ടിട്ടില്ല എന്ന് വ്യക്തമാണ്. എന്തുകൊണ്ട്? ദീനിൽ നല്ല ബിദ്അത്ത് എന്ന ഒന്നില്ല എന്ന് ഇമാം അസ്ഖലാനിയും അല്ലാത്തവരുമെല്ലാം ഗണ്യമായി പറയുന്നു. ഞാൻ നേരത്തെ വായിച്ചല്ലോ, ഇമാം ഇബ്നു ഹജർ ഹൈതമിയുടെ ഫതാവൽ ഹദീസിൽ അദ്ദേഹം പറഞ്ഞത് വമൻ ഖസ്സമഹു മിനൽ ഉലമാഇ ഇലാ ഹസനിൻ വഗൈരി ഹസൻ. ഹസന എന്നും അല്ലാത്ത എന്നും നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന് ഏതൊക്കെ പണ്ഡിതന്മാർ വിഭജിച്ചുവോ അവരൊക്കെ ഉദ്ദേശിച്ചത് ലുഗവിയായ ഭാഷാപരമായ ബിദ്അത്ത് മാത്രമാണ്. അപ്പോൾ ഇതിനെ ഒരു ആദത്തായി കണ്ടു, ഒരു നാട്ടു സമ്പ്രദായമായി കണ്ടു. അതിന്റെ ഭാഗമായി നല്ല കാര്യങ്ങൾ പലതും നടക്കുന്നു. ആ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെങ്കിൽ നല്ല കാര്യമാണ് എന്നേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അതേ അസ്ഖലാനി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ആരംഭിക്കുമ്പോൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞു, ഇത് തീർച്ചയായും ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ടുകളിൽ ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഇനി അതിനപ്പുറത്തേക്ക് ആര് പറഞ്ഞാലും നമ്മെ സംബന്ധിച്ച് അല്ലാഹും റസൂലും പഠിപ്പിച്ചത്, സ്വഹാബിമാർ ജീവിതത്തിൽ പാലിച്ചത്, താബിഈകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്, 3 നൂറ്റാണ്ടിലെ 3 തലമുറയിലെ സലഫു സ്വാലിഹികൾ ചെയ്തത് എന്താണോ അതാണ് നമുക്ക് പിൻപറ്റാൻ മാതൃകയുള്ളത്. അതിനപ്പുറത്തേക്ക് ഏതു കിതാബിൽ വന്നാലും ആരൊക്കെ പഠിപ്പിച്ചാലും അത് മതമായി സ്വീകരിക്കപ്പെടുകയില്ല. ഇന്നത്തെ കാലത്ത് താങ്കൾ തന്നെ പറഞ്ഞ താങ്കളടക്കമുള്ള സുന്നികൾ അവർ ഇതിനെ കൊണ്ടുപോയത് ഈദു മീലാദ് റസൂലില്ല എന്ന തലത്തിലേക്കാണ്. ഈദാകുന്നതോടുകൂടി തന്നെ അത് ശരീഅത്തിന്റെ ഭാഗമായി മാറി. ആ ശരീഅത്തിലേക്ക് ആവട്ടെ ബിദ്അത്ത് കൂട്ടി വന്നാൽ അത് ബിദ്അത്തുൻ മുൻകറത്താണ്, ബിദ്അത്തുൻ ഖബീഹത്താണ്, ബിദ്അത്തുൻ സയ്യിഅത്താണ്. ഒരു അസ്ഖലാനിയുടെ പിന്തുണയും അതിനില്ല. ഒരു ഇബ്നു ഹജർ അസ്ഖലാനിയുടെ പിന്തുണയും സുയൂത്തി ഇമാമിന്റെ പിന്തുണയും ഒരൊറ്റ ഇമാമിന്റെ പിന്തുണയും അതിനില്ല. ഈദാക്കി കൊണ്ടുവരാൻ, മതത്തിൽ ഈദാക്കി ഈദ് എന്ന് പറഞ്ഞാൽ ഇബാദത്താണല്ലോ, ശരീഅത്താണല്ലോ. അതുകൊണ്ട് ഈദാക്കാനുള്ള അധികാരം അല്ലാഹുവിനും റസൂലിനും മാത്രമേ ഉള്ളൂ. ഇവിടെ ഈദാക്കി കൊണ്ടുവന്നുവെന്ന് മാത്രമല്ല, ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമാണ്, അതിനേക്കാൾ പുണ്യമാണ് എന്ന് പോലുമുള്ള രൂപത്തിലാണ് ഇന്നും റബീഉൽ അവ്വൽ 12 ഇവിടെ പരിചയപ്പെടുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് മാറുന്നതോടുകൂടി ഇത് ബിദ്അത്തുൻ സയ്യിഅത്തായി മാറി, ബിദ്അത്തുൻ മുൻകറത്തായി മാറി. അതിന് ഇമാം അസ്ഖലാനിയുടെ ഒരു പിൻബലവും പറയാൻ ന്യായമില്ല. എന്നാൽ ആദത്തായി കണ്ട, ശരീഅത്തിന്റെ ഭാഗമായി കണ്ടിട്ടില്ലാത്ത ഒരു സംഗതിയെ, അതിന്റെ ഭാഗമായി ചെയ്യുന്ന നന്മകളെ
അവർ അംഗീകരിച്ചത് ശരിയാണ്. എന്നാൽ അത് അംഗീകരിച്ചപ്പോൾ പോലും അവര് പോലും പ്രത്യേകം എടുത്തു പറഞ്ഞു ഇത് ബിദ്അത്താണ്. ഉത്തമ നൂറ്റാണ്ടുകാരിൽപ്പെട്ട സലഫ് സ്വാലിഹികളിൽപ്പെട്ട ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെടുന്നുമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ഇവിടെ മറ്റൊരു ചോദ്യകർത്താവിന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നബവി ഇമാം റഹിമഹുല്ലാ റഗായിബ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ പറഞ്ഞല്ലോ, ഇത് ഗസാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിലോ അബൂ തയ്യിബ് അൽ മക്കിയുടെ ഖൂത്തുൽ ഖുലൂബിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ശരി, അതിൽ പെട്ടുപോകേണ്ടതില്ല. അല്ലാഹ് പറഞ്ഞത് തനാസു ഉണ്ടെങ്കിൽ കിതാബിലേക്ക് മടങ്ങാനാണ്, സുന്നത്തിലേക്ക് മടങ്ങാനാണ് എന്നാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ പലതും രേഖപ്പെടുത്തി വെക്കും, പല കിതാബിലും പലതും കാണും. ഏത് പണ്ഡിതന്മാർ എത്ര വലിയവരാണെങ്കിലും ശരി, അതിനേക്കാളും വലുത് അള്ളാന്റെ കിതാബാണ്, റസൂലിന്റെ സുന്നത്താണ്. കാരണം എന്താ, ഒരാളുടെ വാക്കെടുക്കാൻ വേണ്ടി ശരീഅത്ത് ഒഴിവാക്കാൻ പാടില്ല എന്നാണല്ലോ. ലം തകുൻ ലിതുത്രക, അത് ഉപേക്ഷിക്കാൻ പാടില്ല. ലിഖൗലി റജുലിൻ മുഅല്ലമിൻ ഫിൻ നുഫൂസ്, എത്ര വലിയ ബഹുമാനിക്കപ്പെടുന്ന ഒരാളുടെ വാക്കുണ്ടെങ്കിലും ആ വാക്കെടുക്കാൻ വേണ്ടി ശരീഅത്ത് മാറ്റിവെക്കാൻ പറ്റുകയില്ല. ലിഅന്ന ശറഅ അഅ്ളമു മിൻ ദാലിക റജുലി, ആ മനുഷ്യനേക്കാൾ ബഹുമാനം അള്ളാഹുവിന്റെ ദീനിനാണ്, ശരീഅത്തിനാണ്. അതുകൊണ്ട് കിതാബിലോ സുന്നത്തിലോ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചുവോ? ഇല്ല. നബിദിനം ആഘോഷിക്കണമെന്ന് ഹദീസുണ്ട് എന്ന് പറഞ്ഞോ? ഇല്ല. അസ്കാരി ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ല. നബിദിനം ആഘോഷിക്കണമെന്ന് ഹദീസുണ്ട് എന്നോ സ്വഹാബിമാർ ആഘോഷിച്ചുവെന്നോ നബിദിനങ്ങൾ പഠിപ്പിച്ചുവെന്നോ അവരാരും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? മുഹറം 10 നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് സവിശേഷമായ ദിവസത്തിലാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് നിഅമത്ത് കിട്ടിയാൽ അന്ന് സവിശേഷമായി ചെയ്യാൻ പറ്റുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് ഇതിന് തെളിവായി കൊണ്ടുവന്നു എന്ന് ശരിയാണ്. അതല്ലാതെ നബിദിനം ആഘോഷിക്കാൻ ഹദീസുണ്ട് എന്നോ നബിദിനം ആഘോഷിച്ചിട്ടുണ്ട് എന്നോ സ്വഹാബിമാർ ആഘോഷിച്ചുവെന്നോ ഇമാം അസ്ഖലാനിയും പറഞ്ഞിട്ടില്ല. എന്നു മാത്രമല്ല, ഈ തെളിവുണ്ടായിട്ട് കൂടി അദ്ദേഹം പറയുന്നു ഇത് ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, ഉത്തമമായ 3 നൂറ്റാണ്ടുകളിൽ ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെടുന്നില്ല. അതിലാർക്കും ഖിലാഫ് ഇല്ലല്ലോ. അതുകൊണ്ട് ആദ്യ 3 തലമുറകൾ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദിന യലൂനഹും സുമ്മല്ലദിന യലൂനഹും എന്ന് പറഞ്ഞ ഏറ്റവും ഖൈറായ തലമുറ എന്റെ തലമുറയാണ്. പിന്നടുത്തവർ എന്ന് പറഞ്ഞ ആ 3 തലമുറയിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മളും ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് ഏത് കിതാബിൽ കണ്ടാലും പോകാൻ ന്യായമില്ല എന്നാണ് സലഫികൾ ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. അല്ലാഹു അഅലം. സഹോദരൻ നിഷാദിന് ഉപചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. നന്ദി ശ്രീ ഫൈസൽ മൗലവി. ഫൈസൽ മൗലവി പറയുന്നത് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അങ്ങനെ നല്ല ബിദ്അത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. ആര് പറഞ്ഞു? ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറയുന്നു, അൽ മുഹദ്ദസാത്തുൽ അർബാനി, പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾ 2 ഉണ്ട്. ഒന്ന് മാ ഉഹ്ദിസ യുഖാലിഫു കിതാബൻ ഔ സുന്നത്തൻ ഔ അസ്റൻ ഔ ഇജ്മാഅൻ ഫഹാദി ബിദ്അത്തുൽ ലലാല, അത് പിഴച്ചുള്ള ലലാലത്താണ്. ഇപ്പൊ ആർക്കും സംശയമില്ല, ശരീഅത്തിലുള്ള ഒരു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കാൻ പാടില്ല, അത് എതിർക്കപ്പെടേണ്ടതാണ്. എന്നാലോ വമാ ഉഹ്ദിസ മിനൽ ഖൈരി ലാ യുഖാലിഫു ഷൈഅൻ മിൻ ദാലിക ഫഹാദിഹി മുഅ്ജിസത്തുൻ ഗൈറു മദ്മൂമ. ഗൈറു മദ്മൂമ എന്ന് പറഞ്ഞാൽ സുന്നത്തായി ബിദ്അത്ത്, അല്ലെങ്കിൽ മറ്റേ എന്താണ് നല്ല ഹസനത്തായി ബിദ്അത്ത്. ബിദ്അത്തുൻ ഹസനാക്ക് അത് സുന്ന, മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോ പ്രസ്തുത കാര്യങ്ങൾ ഒന്നിനോടും എതിരല്ലാത്ത നിലയിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾ ആക്ഷേപാർഹമല്ലാത്ത ബിദ്അത്താണ്. ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞതാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തങ്ങൾ പറയുന്നത് നബിദിനെ ആഘോഷിക്കണമെന്ന്. കാരണം എന്താ? മുത്തുനബി ജനിച്ച ആ ദിവസം ജനിച്ച അതിനേക്കാൾ വലിയൊരു നിഅമത്ത് പിന്നെ ഏതാണ്? അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നിങ്ങൾ നന്ദി പ്രകടനം നടത്തണം. നന്ദി പ്രകടനം എങ്ങനെയൊക്കെ നടത്തണം? ഭക്ഷണം, ഭോജനം കൊടുക്കണം. അതുപോലെ തന്നെ ഇമാം സുയൂത്തി നിങ്ങൾ പറഞ്ഞല്ലോ, അവര് സുന്നത്താക്കിയല്ലോ. എന്താ അതിന്റെ അർത്ഥം? ഇമാം സുയൂത്തി പറയുന്നു ഫയുസ്തഹബ്ബു ലനാ എന്നതിന്റെ അർത്ഥം നമുക്കും സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. ഇമാം സുയൂത്തിയേക്കാൾ വലിയ പണ്ഡിതന്മാരാണോ നമ്മളൊക്കെ? ഫൈസൽ മൗലവി അല്ലല്ലോ. നിങ്ങളത് സമ്മതിക്കില്ലല്ലോ. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അല്ല. ഫയുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. എന്ത് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു? സമ്മേളിച്ചും അന്നദാനം നടത്തിയും സഹോദരൻ നിഷാദ് നേരത്തെ വന്ന അതേ ചോദ്യത്തിന്റെ ഒരു ആവർത്തനമാണ്. നേരത്തെ വന്ന അതേ കാര്യമാണ് നിഷാദ് ഇപ്പോഴും പറയുന്നത്. ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാനൊന്ന് പറയട്ടെ. അപ്പോ ഇവിടെ സുയൂത്തി ഇമാം വ്യക്തമായി പറയുകയാണ്. നിങ്ങൾ വായിച്ചല്ലോ, നേരത്തെ വായിച്ചു. രണ്ടാമത് വായിക്കണമെന്നില്ല. അതെ, ഇപ്പൊ നിങ്ങൾ വിഷയം വെച്ച അസ്ഖലാനി ഇമാം ബിദ്അത്ത് 2 ആക്കിയിട്ടുണ്ട് എന്നല്ലേ? അൽ മുഹദ്ദസാത്തു വർബാനി, 2 തലമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശരിയാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞ ഏത് അർത്ഥത്തിലാണ്?
ആ പറഞ്ഞ ഏതർത്ഥത്തിലാണ്? അതാണ് ഞാൻ നേരത്തെ വായിച്ച ഫത്താവൽ ഹദീസിയ്യ. മാത്രവുമല്ല അസ്ഖലാനി ഇമാമ് മദ്മൂമത്തല്ലാത്ത ബിദ്അത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് മാ ഉഹ്ദിസ മിനൽ ഖൈരിന, മാ ഉഹ്ദിസ മിനൽ ഖൈരി, പിന്നീട് വന്ന ഖൈറായ കാര്യങ്ങൾ. ഈ മുഖാമുഖ ഖൈറായ കാര്യമാണ്, പീസ് റേഡിയോ ഖൈറായ കാര്യമാണ്, ദഅവത്തിന്റെ സംരംഭങ്ങൾ ഖൈറായ കാര്യമാണ്. അങ്ങനെയുള്ള ഖൈറായ കാര്യങ്ങൾ, പിൽക്കാലത്ത് വന്ന ഖൈറുകൾ, അതാ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അല്ലാതെ മതത്തിൽ പുതിയൊന്നും ഉണ്ടാക്കാമെന്നല്ല. അങ്ങനെയാണെങ്കിൽ റഗായിബ് നിസ്കാരം പാടില്ല എന്ന് എങ്ങനെ പറയും? റഗായിബ് നിസ്കാരം പാടില്ല എന്ന് എങ്ങനെ പറയും? കാരണം നിസ്കാരം അടിസ്ഥാനമില്ലേ? ഉണ്ടല്ലോ. പിന്നെന്തേ അന്ന് നിസ്കരിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൂടെ? ഏതിനെയാണ് ബിദ്അത്ത് എന്ന് പറയാൻ കഴിയുക? അതുകൊണ്ടാണ് ഇബ്നു ഹജർ ഫത്താവൽ ഹദീസിൽ പറഞ്ഞത് വമൻ ഖസ്സമഹാ മിനൽ ഉലമാഇ ഇലാ ഹസനിൻ വഗൈരി ഹസനിൻ. ഏതൊക്കെ പണ്ഡിതന്മാർ ബിദ്അത്തിനെ നല്ല ബിദ്അത്ത് എന്നും അല്ലാത്ത ബിദ്അത്ത് എന്നും വിഭജിച്ചിട്ടുണ്ടോ അവരൊക്കെയും ഉദ്ദേശിച്ചത് ഇന്നമാ അറാദു അൽ ബിദ്അത്ത് അൽ മഅന ലുഗവിയ്യ, ഭാഷാപരമായ അർത്ഥം മാത്രമാണ് അവർ ഉദ്ദേശിച്ചത്, അല്ലാതെ ദീനിലുള്ള ശരീഅത്തിലുള്ള ബിദ്അത്തല്ല. കാരണം എന്താ? മതത്തിലെ ബിദ്അത്ത് എല്ലാം ഒരാളത്താണ്, എല്ലാം വഴികേടാണ്. അതുകൊണ്ട് ഏതൊക്കെ പണ്ഡിതന്മാർ വിഭജിച്ചുവോ, അസ്ഖലാനി മാത്രമല്ല ഇസ്ഹ ഇബ്നു അബ്ദുസ്സലാം മുതൽ ഇമാം ഖറാഫി മുതൽ ഇങ്ങോട്ടുള്ള പണ്ഡിതന്മാർ പലരും ബിദ്അത്തിനെ വിഭജിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലാഹി അടക്കം ബിദ്അത്ത് രണ്ടാക്കി വേർതിരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് മതത്തിൽ ഒരു പുതിയ ഇബാദത്ത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അല്ല അവരാരും പറഞ്ഞത്. അതുകൊണ്ടാണ് നല്ല ബിദ്അത്തിന് ഉദാഹരണം പറഞ്ഞത്. പരിശോധിച്ച് നോക്കി. ഇമാം അസ്ഖലാനിയാണെങ്കിലും സുയൂത്തി റഹിമഹുല്ലാഹയാണെങ്കിലും ഇസ്ഹ ഇബ്നു അബ്ദുസ്സലാമയാണെങ്കിലും ആരാവട്ടെ നല്ല ബിദ്അത്തിന് ഉദാഹരണം പറഞ്ഞതാണ് മദ്രസയുണ്ടാക്കൽ, അതേപോലെയുള്ള പാഠശാലകൾ നിർമ്മിക്കൽ. അതൊക്കെയാണ് അവർ നല്ല ബിദ്അത്തിന് ഉദാഹരണം പറഞ്ഞത്. ജംഉൽ മഹാഫിൽ, സമ്മേളനങ്ങൾ സംഘടിപ്പിക്കൽ, അതൊക്കെയാണ് നല്ല ബിദ്അത്തിന് ഉദാഹരണമായി അവർ പറഞ്ഞത്. അതല്ലാതെ പുതിയ നിസ്കാരം ഉണ്ടാക്കൽ, പുതിയ ഈദ് ഉണ്ടാക്കൽ, ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വമായി രാത്രി ഉണ്ടാക്കൽ, അതൊന്നും അവരാരും നല്ല ബിദ്അത്തിന് ഉദാഹരണമായി പറഞ്ഞിട്ടേ ഇല്ല. അതേ അസ്ഖലാനി റഹിമഹുല്ലാ ഈ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ബിദ്അത്ത്, അസ്ലു ബിദ്അത്താണ്, അടിസ്ഥാനം ബിദ്അത്താണ്, മുൻഗാമികളിൽ നിന്ന് ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത് എന്നാൽ അതിന്റെ ഭാഗമായി വരുന്ന ചില ഖൈറായ കാര്യങ്ങൾ അതൊക്കെ നടക്കുന്നുണ്ട്, ആ ഖൈർ മാത്രം ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ശരിയാണ്. പക്ഷെ ഇന്ന് അവിടുന്ന് മാറി, ഇന്ന് ഇത് ഈദായി മാറി. അങ്ങനെ തന്നെ എഴുതി മുസ്ലിമീങ്ങൾക്ക് 3 ആഘോഷമാണുള്ളത് എന്നും, 1 ഈദുൽ ഫിത്ർ, 2 ഈദുൽ അദ്ഹ, 3 ഈദ് മീലാദ് റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മീലാദ് എന്ന ഈദ് എന്ന് പ്രത്യേകമായി പഠിപ്പിക്കുകയും അത് ഈദായി പരിചയപ്പെടുത്തി ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വമാണെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്നതോടുകൂടി അസ്ഖലാനി ഇമാമിന്റെ പിന്തുണ നഷ്ടപ്പെട്ടു പോയി, സുയൂത്തി റഹിമഹുല്ലാഹിന്റെ പിന്തുണ നഷ്ടപ്പെട്ടു പോയി. അംഗീകരിച്ച ഏതെല്ലാം പണ്ഡിതന്മാരുണ്ടോ ആ പണ്ഡിതന്മാരുടെ മുഴുവനും പിന്തുണ ഈ വിഷയത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഇനി മാത്രവുമല്ല, അതിന്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദ് കിതാബ് കഴിഞ്ഞ മുഖാമുഖത്തിൽ താങ്കളും പങ്കെടുത്തുവല്ലോ. അന്ന് വിശദമായി മാലമൗലിദുകളുടെ വേരുകൾ തേടി എന്ന വിഷയത്തിൽ നടന്ന മുഖാമുഖത്തിൽ ഇതിലെ ഓരോ ഉള്ളടക്കങ്ങളെയും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇതിൽ വരുന്ന ശിർക്കുകൾ, ഇതിൽ വരുന്ന ഗുലുവുകൾ, ഇതിൽ വരുന്ന കള്ളക്കഥകൾ, ഇതെല്ലാം നമ്മൾ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വരികളിൽ നബി വിളിച്ചു പ്രാർത്ഥിക്കലുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് താങ്കൾ പറഞ്ഞു അന്ന്. അങ്ങനെ പ്രാർത്ഥന ഇതിലുണ്ട്, ഗുലുവ് അതിരുവിട്ട വർണ്ണനകൾ ഇതിലുണ്ട്, റബ്ബിന്റെ വിശേഷങ്ങൾ നബിക്ക് വകവെച്ചു കൊടുക്കുക ഇതിലുണ്ട്. ഭാഗമായി ചൊല്ലിക്കൊടുക്കുന്ന മാലകളിൽ, മൗലിദുകളിൽ എല്ലാം ഇത്തരം ഒരുപാട് അനാവശ്യ രീതികൾ, അനിസ്ലാമിക രീതികൾ കടന്നുകൂടിയിട്ടുണ്ട്. മാത്രവുമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ വനഹബിഹ എന്ന് പറഞ്ഞ ഹെവിൽ പിടിച്ചതാണല്ലോ എങ്ങോട്ടും പോകാന്ന് പറഞ്ഞത്. ഭക്ഷണം കൊടുക്കല് മാത്രമല്ല വനഹബിഹ അത് പോലുള്ളതും എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലുള്ളതിനെ പറഞ്ഞ് വികസിപ്പിച്ച് എവിടെല്ലാം എത്തി. ഇപ്പോൾ ഉണ്ണി മുഹമ്മദ് പോലും മറ്റുള്ള ഉണ്ണി യേശു ഉണ്ടാക്കുന്നത് പോലെ മറ്റുള്ളവർ മതസ്ഥർ അവരുടെ ആഘോഷങ്ങൾ അങ്ങനെ അവതാരങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെ ഉണ്ണി മുഹമ്മദിനെ പോലും വേഷം കെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? കാണാം താങ്കൾക്കും സ്ക്രീനിലേക്ക് നോക്കിയാൽ. ഇങ്ങനെ നബിയുടെ വേഷം കെട്ടി ഒരു നബിയെപ്പോലെ ഒരാൾ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ കുതിരപ്പുറത്തിരുത്തി ഒട്ടകപ്പുറത്തിരുത്തിയെല്ലാം കൊണ്ടുവരുന്ന ശൈലിയിലേക്ക് നബിദിനാഘോഷങ്ങൾ മാറി. ഇതിനാണോ അസ്ഖലാനി ഇമാമിന്റെ ഫത്വ? ഇതിനാണോ സുയൂത്തി ഇമാമിന്റെ ഫത്വ? ഇതിനാണോ മറ്റ് പണ്ഡിതന്മാരുടെ ഫത്വ? ഒരൊറ്റ പണ്ഡിതന്റെയും പിൻബലം ഈ പറയപ്പെട്ട ഒന്നിനുമില്ല.
ഇത് മതവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ബിദ്അത്തായ കാര്യം തന്നെയാണ്. ബിദ്അത്തുൻ ഖബീഹത്താണ്, ബിദ്അത്തുൻ മുൻകറത്താണ്, ബിദ്അത്തുൻ ഗൈറു ഹസന, നല്ലതല്ലാത്ത ചീത്തയായ ദുരാചാരം തന്നെയാണ് എന്ന് ഏതൊരാൾക്ക് ബോധ്യമില്ലാത്തത്? എന്നിട്ട് ഇവിടുത്തെ ന്യായങ്ങൾ പറഞ്ഞ് ആ കിതാബ് എങ്ങനെയില്ലേ, ഈ കിതാബിൽ ഇങ്ങനെയില്ലേ, കണ്ടോ ഇതൊക്കെയാണ് അത്രേ വനഹവിഹ എന്ന് പറഞ്ഞത്. ഒരു നെഹ്വുമൻ അതൊക്കെ പോയത്. ഒരു നെഹ്വ് എന്ന വാക്യമിലാണ് ഇപ്പോ കണ്ടോ നബിദിനാഘോഷമാണ്, ഇതൊക്കെയാണ് വനഹവിഹ. അപ്പൊ എവിടെ എത്തി നോക്കണം? ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നുണ്ടാക്കി കൊണ്ടുവരിക, അതിനൊക്കെ ഇമാമിങ്ങളെ പേരേക്ക് ചാർത്തുക. ഈ പറയപ്പെട്ട ഒന്നിനും ഒരൊറ്റ ഇമാമിന്റെയും പിൻബലമില്ല. ബിദ്അത്തുൻ ഹസന എന്ന് ആരൊക്കെ പറഞ്ഞുവോ അവരൊക്കെ ആദത്തായി മാത്രമേ അതിനെ കണ്ടുള്ളൂ. എന്നാൽ അതിൽ നിന്ന് മാറി അത് പിന്നീട് ഇബാദത്തിന്റെ പരിവേഷം നൽകുകയും ആ ദിവസത്തിൽ ചെയ്യാത്തവൻ ഇവിടെ പുത്തൻവാദിയായി മുദ്ര കുത്തപ്പെടുകയും ദീനിന്റെ ഒരു വാജിബായ കാര്യമായി ഇത് മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇത് ബിദ്അത്ത് തന്നെയാണ്, സംശയമേതുമില്ല. റഗായിബ് നിസ്കാരം ബിദ്അത്തായതുപോലെ, അതേപോലെ മിഅ്റാജ് നോമ്പ് ബിദ്അത്തായതുപോലെ, ശഅബാൻ 15 ബറാഅത്ത് നോമ്പ് ബിദ്അത്തായതുപോലെ ഇതും ബിദ്അത്ത് തന്നെയാണ്. മതത്തിലേക്ക് പിൽക്കാലത്ത് വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. താങ്കൾക്ക് ഉപചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ആൾ കൈമാറാം. ശരി, ചോദിച്ചോളൂ. ഉപചോദ്യമുണ്ട്. അപ്പോ ഫൈസൽ മൗലവി പറയുന്നത് പോകല്ലേട്ടോ, ഫൈസൽ അവിടെ നിൽക്കണേ. ഫൈസൽ മൗലവി പറയുന്നത് അമലുൽ മൗലിദ് പറ്റും, ഈദുൽ മൗലിദാണ് പറ്റാത്തത് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അല്ല, നിങ്ങൾ പറയുന്നത് അത് പറയുന്ന ആഗ്രഹിക്കും വേണ്ട. അല്ല, അപ്പൊ കിതാബിൽ പറഞ്ഞല്ലോ ഫൈസൽ മൗലവി പറഞ്ഞിട്ടില്ല. എന്ന് പറയുന്നത് തള്ളയാണോ? അല്ല, അതൊന്നും തള്ളുന്നില്ല. സുന്നത്താണല്ലോ, അതാണ് ഉപചോദ്യം. അതാണോ ഉപചോദ്യം? നിങ്ങൾ ഉപചോദ്യം എന്താ? പറഞ്ഞു ഞാനല്ല, ഇമാം നിങ്ങൾ ഉപചോദ്യം പറയൂ. അപ്പൊ ബാക്കി ഈ നെഹബി ദാലിക്കൽ എന്തൊക്കെ പറ്റും? ഓക്കെ, അതിലെ വിഷയമുള്ളൂ. ഈ നെഹബി ദാലിക്ക അടക്കം ഇമാം അസ്കാന് ഈ കിതാബ് തൊടാങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞത്. ആ കിതാബിന് തൊടാൻ അവകാശമില്ല. കാരണം ഇമാം അസ്കലാനി നിങ്ങൾ ചെയ്യുന്ന നബിദിനാഘോഷത്തെ പറ്റി ചർച്ചയേ ചെയ്തിട്ടില്ല. ഈദു മീലാദിൻ നബി എന്ന വിഷയം ഇമാം അസ്കലാനി ചർച്ച ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് ആ കിതാബ് തൊടാൻ ഇബ്നു അസ്കലാനിയുടെ പേര് പറയാൻ പോലും നിങ്ങൾക്ക് അവകാശമില്ല എന്നാണ് പറഞ്ഞത്. അതാ പറഞ്ഞത്. അവർക്ക് ചർച്ച ചെയ്ത അമലുൽ മൗലിദാണ്. നിങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടുനടക്കുന്ന ഈദു മീലാദ് റസൂലിനെയാണ്. ഇത് രണ്ടും രണ്ടാണ്. അതാ പറഞ്ഞത്. അസ്കലാനി ഇമാം പറഞ്ഞത് അമലുൽ മൗലിദ്. ആ അമലുൽ മൗലിദിന്റെ ഹുക്മ്, അതിന് ചർച്ചകൾ അതേ അവർ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ കൊണ്ടുനടക്കുന്ന വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. ഒരാൾ സ്വഹീഹ് ബുഖാരി എടുക്കുക, അതില് കിതാബ് സ്വലാത്ത് ഉണ്ട്, നിസ്കാരത്തിന്റെ അധ്യായം. അപ്പൊ നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ കാണാം, നിസ്കരിച്ച കൂലികൾ കാണാം. ഇതൊക്കെ ഒരാൾ ഇങ്ങനെ വായിച്ചിട്ട് അയാൾ പോയിട്ട് പുതിയ നിസ്കാരം ഉണ്ടാക്കി. തെളിവെന്താണ്? സ്വഹീഹ് ബുഖാരി എന്റെ തെളിവ്. സ്വഹീഹ് ബുഖാരി കിതാബു സ്വലാ എന്ന അധ്യായം തന്നെയുണ്ട്. അതിൽ 100 കണക്കിന് ഹദീസ് നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9 മണിക്ക് ഞാനിതാ ഒരു 5 റക്അത്ത് നിസ്കാരം ഉണ്ടാക്കുന്നു എന്നൊരാൾ വാദിച്ചാൽ അയാളും സ്വഹീഹ് ബുഖാരിയും എന്ത് ബന്ധം എന്ന് പറഞ്ഞ പോലെയാണ് താങ്കൾ അടക്കമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന സമസ്തക്കാർ ഇപ്പോൾ ചെയ്യുന്ന ഈ വക ആഘോഷങ്ങളൊക്കെ. അവരെ സംബന്ധിച്ച് ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമാണ് ആ രാത്രി. അവരെ സംബന്ധിച്ച് 2 പെരുന്നാളിനേക്കാളും മഹത്വമുള്ള ആഘോഷമാണിത്. അതുകൊണ്ട് നേരത്തെ അബ്ദുൽ മാലിക് സനഫി പറഞ്ഞത് പെരുന്നാൾ എന്നാണ് അഭിപ്രായ വ്യത്യാസമില്ല, അന്ന് എന്തൊക്കെ ചെയ്യണം വീക്ഷണ വ്യത്യാസമില്ല. കിതാബ് നോക്കിയാൽ കിട്ടും. ചെറിയ പെരുന്നാൾ എന്തൊക്കെ ചെയ്യണം, ബലി പെരുന്നാൾ എന്തെല്ലാം ചെയ്യണം, ഒരു വഴിക്ക് പോകണം, മറ്റൊരു വഴിക്ക് വരണം, നല്ല വസ്ത്രം ധരിക്കണം, തക്ബീർ ചൊല്ലണം, നിസ്കരിക്കണം, സ്വതക്ക ചെയ്യണം, എല്ലാം പഠിപ്പിക്കപ്പെട്ടു. എന്നാൽ മൗലിദുമായി ബന്ധപ്പെട്ട് വല്ലതും പഠിപ്പിക്കപ്പെട്ടോ? ഇല്ല. എന്നിട്ടും അതിനെ ഈദാക്കി മാറ്റി. അപ്പോൾ ഇതിനെ ഈദാക്കി മാറ്റിയ ആളുകൾക്ക് അസ്കലാനി ഇമാമിന്റെ കിതാബ് തൊടാൻ പോലും അവകാശമില്ല. ഇബ്നു ഹജർ അസ്കലാനിയുടെ പേര് പറയാൻ പോലും അവകാശമില്ല. ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത ഒരൊറ്റ പണ്ഡിതന്റെയും കിതാബ് അവിഷയമായി തൊടാൻ പോലും ഇവിടെ ഉന്നയിച്ച ചോദ്യകർത്താവ് എന്നല്ല സമസ്തയിൽപ്പെട്ട ഒരാൾക്കും അധികാരമില്ല. അവർ പറഞ്ഞ വിഷയം വേറെ, ഇവിടെ കൊണ്ടുവരുന്ന വിഷയങ്ങൾ വേറെ. ഇനി അതിൽ പറഞ്ഞ എല്ലാ മസ്അലയും ശരിയാണോ? അത് മറ്റൊരു കാര്യം. മസ്അലയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീക്ഷണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഒരു ആദത്തായി കണ്ടവർ ആ ആദത്ത് ഏതുവരെ പോകാം, അത് എന്തെല്ലാം ആകാം, ചർച്ചയും സ്വാഭാവികമാണ്. അതൊരു മുആമലാത്താണ്, ദീനിന്റെ വിഷയമല്ല. അതൊരു മുആമലാത്താണ്. ആ മുആമലാത്തിൽ ഏതുവരെ പോകാം ചർച്ചയുണ്ടാകും. അതിൽ മദ്ഹബിനനുസരിച്ച് മാറ്റമുണ്ടാകും.
പണ്ഡിതന്മാർക്കനുസരിച്ച് മാറ്റമുണ്ടാകും, അത് സ്വീകരിക്കാൻ പറ്റുമല്ലാത്തതും ഉണ്ടാകും, തനാസുൽ തർക്കമുണ്ടായാൽ എന്ത് വേണം? ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. അത് മടക്കുമ്പോഴോ അതേ അസ്കലിമാഹ് പറഞ്ഞു അസ്ലു അമൽ മൗലിദ് ബിദ്അ, ഇതിന്റെ അസ്ലു ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിൻ അസ്സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, ആദ്യ 3 നൂറ്റാണ്ടുകളിൽപ്പെട്ട ഒരാളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ നമുക്കത് മതി. അല്ലാഹു അഅലം. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ ഈ നാട്ടിൽ നമ്മൾ കാണുന്ന നബിജന്മദിനാഘോഷം, അതിന് ഹദീസിന്റെ പിൻബലമുണ്ട് എന്നല്ല ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അമലുൽ മൗലിദിന് പോലും ഹദീസിന്റെ പിൻബലമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിന്റെ ബിദ്അത്താണ്, അസ്ലുൽ അമലുൽ മൗലിദ് ബിദ്അ എന്ന് വ്യക്തമായി ഇബ്നു ഹജർ റഹ്മഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, ഇന്ന് ഇവിടെ മൂന്നാമത്തൊരാഘോഷമായി ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ളൊരു ദിവസമായി പരിചയപ്പെടുത്തുന്നത് അത്തരമൊരു ചർച്ചയെ ഇത്തരം കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചോദ്യകർത്താവിന് പേരും സ്ഥലവും പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ചോദിച്ചോളൂ. എന്റെ പേര് മുഹമ്മദ് സലീഖ്. എന്റെ സ്ഥലം കൊടുങ്ങല്ലൂരാണ്, തൃശ്ശൂർ ജില്ലയില്. ചോദിക്കാം. പിന്നെ ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തിന് അനുഗ്രഹമാണെന്ന് അവിതർക്കിതമായ ഒരു വിഷയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ് ജനിച്ചത് എന്നുള്ള വിഷയത്തിൽ പല അഭിപ്രായങ്ങളും കാണാമെങ്കിലും വൽ മഷ്ഹൂർ, പ്രസിദ്ധമായ അഭിപ്രായം അവിടെ നിന്ന് പറയുന്നതായി കാണാം. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ആണെന്നാണ് എന്റെ ഓർമ്മ. അന്നഹു വുലിദ യൗമുൽ ഇസ്നൈനി സാനി അശറ റബീഉൽ അവ്വൽ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത് അടിസ്ഥാനത്തിൽ നമ്മൾ റബീഉൽ അവ്വലിൽ പ്രത്യേകം സന്തോഷിക്കുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ട്. കാരണം മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലയോട് ഒരു ചോദ്യം അവിടെ നിന്ന് ചോദിക്കുകയുണ്ടായി. സുയൂത്ത് റഹിമഹുല്ല അവിടെ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അയ്യു നിഅമത്തിൻ അഅ്ളമു മിനൽ നിഅമ, ഏതനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ ബിബുറൂസി ഹാദൻ നബിയിൽ കരീം വഅലാ ഹാദ, അതിനാൽ ഫയൻബഗി, ഇതിൽ അനിവാര്യമാണ് അയ്യതഹറൽ യൗമ ബിഐനിഹി, ആ ദിവസത്തിൽ പ്രത്യേക പരിഗണന നൽകൽ അനിവാര്യമാണ് എന്ന് നമുക്ക് ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് അടിസ്ഥാനത്തിൽ ഇവർ പ്രത്യേകമായി സന്തോഷിക്കുക എന്നുള്ള ഒരു രീതിയല്ലേ നമ്മോട് അറിയിച്ചു തന്നിട്ടുള്ളത്. അതനുസരിച്ച് നമുക്ക് മീലാദാഘോഷം നടത്തിയാൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക്. ചോദ്യകർത്താവ് 2 കാര്യങ്ങളാണ് പ്രധാനമായും ചോദ്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്നാമതായി, നബിതങ്ങൾ ജനിച്ച ദിവസം ഏതാണ് എന്ന് ഖിലാഫ് ഉണ്ടെങ്കിലും മഷ്ഹൂറായത് റബീഉൽ 12 എന്നുണ്ടല്ലോ എന്നാണ്. അതിലും ഖിലാഫുണ്ട്. ഏതാണ് മഷ്ഹൂർ എന്ന കാര്യത്തിലും ഖിലാഫുണ്ട്. ചരിത്ര പണ്ഡിതന്മാർ ഒരു പക്ഷം പറയുമ്പോൾ ഹദീസ് പണ്ഡിതന്മാർ മറ്റൊരു പക്ഷമാണ് ആ വിഷയത്തിൽ പറയുന്നത്. അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ ഖസ്തലാനി റഹിമഹുല്ലാ പറയുന്നു, വഖദ് ഇഖ്തുലിഫ ഫീ ആമി വിലാദത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ ജനിച്ച വർഷം എന്നാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫൽ അക്സറൂൻ അലാ അന്നഹു ആമുൽ ഫീൽ, ഇത് ആമുൽ ഫീൽ ആനക്കലഹ വർഷത്തിലാണ് എന്നാണ് അധികം ആളുകളും പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞവരൊക്കെ പറയുന്നു. എന്നാൽ വൽ മഷ്ഹൂറു, അതിൽ മഷ്ഹൂറായത് എന്താണ്? അന്നഹു വുലിദ ബഅദൽ ഫീൽ ബി 50 യൗമ, ആമുൽ ഫീലിലെ ആ ആനക്കലഹ സംഭവം കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞിട്ടാണ് ജനിച്ചത്. വഖീല ബഅദഹു ബി 55 യൗമ, അതല്ല 55 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് മറ്റൊരഭിപ്രായം. വഖീല ബി ഷഹ്രിൻ, ഒരു മാസം കഴിഞ്ഞിട്ടാണ് എന്ന് മറ്റൊരഭിപ്രായം. വഖീല ബി 40 യൗമ, 40 ദിവസത്തിന് ശേഷമാണ് എന്ന് നാലാമത്തെ അഭിപ്രായം. വഖീല ബഅദൽ ഫീലി ബി അശ്രി സിനീന, ആനക്കലഹ വർഷം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ന് അഞ്ചാമത്തെ അഭിപ്രായം. വഖീല ഖബ്ലൽ ഫീലി ബി 15 സന, ആനക്കലഹത്തിന്റെ 15 കൊല്ലം മുമ്പാണ് എന്ന് മറ്റൊരഭിപ്രായം. വഖീല വഗൈറു ദാലിക്, അതല്ലാത്തതുമുണ്ട്. എന്താ ഇങ്ങനെ ഒരു ഖിലാഫ് ഉണ്ടാകുന്ന അറിയോ? അന്ന് ഈ ഡേറ്റും അതേപോലെ കൊല്ലവും ഒന്നും ഇന്നത്തെ പോലെ കണക്കാക്കുന്ന സമ്പ്രദായം ഇല്ല. അതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ ചോദിക്കുന്നു, എന്താ ഇപ്പോൾ നബി ജനിച്ചത് എങ്ങനെ ഇത്ര ഖിലാഫ് വന്നു?
ഇന്നല്ലേ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും കൃത്യമായി മാസം ദിവസമൊക്കെ കണക്കാക്കുക. അന്ന് അങ്ങനത്തെ സിസ്റ്റം ഇല്ല. അത് വലിയ സംഭവം ഉണ്ടായാൽ അതിൽ നിന്ന് കണക്കാക്കും. മറ്റു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് ഒഴിവാക്കി പിന്നെ അവിടുന്ന് പുതിയ കണക്ക് ആരംഭിക്കും. അല്ലാതെ 100, 200, 500 കൊല്ലങ്ങൾ ഒന്നാകെ കണക്ക് കൂട്ടിപ്പോകുന്ന ശൈലി അന്നുണ്ടായിരുന്നില്ല. വൽ മഷ്ഹൂർ അന്നഹു ബഅദൽ ഫീൽ, മഷ്ഹൂറായ അഭിപ്രായം ബഅദൽ ഫീൽ, ആന കലഹ സംഭവത്തിന് ശേഷമാണ് എന്നാണ് മഷ്ഹൂർ എന്നാണ്. ഇനി പറയാം വഖ്തുലിഫ അയ്ദൻ ഫീ ശഹ്രിൽ ലദീ ഉലിദ ഫീഹി. അപ്പോൾ ജനിച്ച കൊല്ലത്തിൽ 5 അഭിപ്രായം പറഞ്ഞു. ഇനി ജനിച്ച മാസത്തിൽ ഖിലാഫുണ്ട്. വൽ മഷ്ഹൂർ അന്നഹു ഉലിദ ഫീ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നാണ് പ്രസിദ്ധമായ അഭിപ്രായം. വഹുവ ഖൗലു ജംഹൂരിൽ ഉലമാ, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ്. ഇബ്നു ജൗസി ഇത്തിഫാഖുണ്ട് എന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. വഫീഹി നളറുൻ, ഇത്തിഫാഖുണ്ട് എന്ന കാര്യത്തിൽ ഒന്നുകൂടി പരിശോധിക്കേണ്ടതാണ് എന്ന്. ഫഖദ് ഖീല ഫീ സഫർ, സഫറിലാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വഖീല ഫീ റബീഉൽ ആഖിർ, അതല്ല റബീഉൽ ആഖിറിലാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വഖീല ഫീ റജബിൻ, റജബിലാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. വലാ യസീഹു, അത് സ്വഹീഹല്ല. വഖീല ഫീ ശഹ്രി റമദാൻ, റമദാനിലാണ് എന്നും അഭിപ്രായമുണ്ട് എന്നാണ്. അപ്പൊ അവിടെയും വന്നു 5 അഭിപ്രായങ്ങൾ. എന്നിട്ട് പറയാമോ അഖറബു മൻ ഖാല ഉലിദ ഫീ ആശൂറ, ആശൂറ ദിവസത്തിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അതൊരു ഗരീബായ അഭിപ്രായമാണ്. ഇനി വകദാ ഉഖ്തുലിഫ അയ്ദൻ ഫീ അയ്യി യൗമിൻ മിനശ് ശഹ്ർ, മാസത്തിലെ ഏത് ഡേറ്റിലാണ് എന്നതിലും ഖിലാഫുണ്ട്. ഏത് ഡേറ്റിലാണ് ജനിച്ചത്? ഫഖദ ഇന്നഹു ഗൈറു മുഅയ്യൻ, ആ ദിവസം നിർണയിക്കപ്പെട്ടതല്ല എന്ന് പറയപ്പെടുന്നു. തിങ്കളാഴ്ചയാണെന്ന് പറയാൻ കഴിയൂ, ഡേറ്റ് പറയാൻ കഴിയില്ല എന്ന് അവർ പറയുന്നു. വൽ ജംഹൂർ അലാ അന്നഹു യൗമുൻ മുഅയ്യൻ, ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞതോ ഇത് മുഅയ്യനാണ്, നിർണിതമാണ്. എങ്കിൽ എന്നാണ്? വഖീല, പറയപ്പെട്ടു ലൈലത്താനി ഖലത്താ മിൻഹു, റബീഉൽ അവ്വൽ 2-നാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വഖീല സമാനിൻ ഖലത്ത് മിൻഹു, 8-നാണ് എന്ന് പറയപ്പെട്ടിട്ടുമുണ്ട്. വഖീല ലിഅശ്റിൻ 10-നാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വഖീല ലിസ്നൈ അശ്റ 12-നാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. വൽ മഷ്ഹൂർ, മഷ്ഹൂറായ അഭിപ്രായം അന്നഹു ഉലിദ യൗമൽ ഇസ്നൈൻ സാനി അശ്റ റബീഉൽ അവ്വൽ, റബീഉൽ 12-നാണ് എന്ന് മഷ്ഹൂറാണ്, പ്രസിദ്ധമാണ് എന്നാണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഈ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി, ഈ അഭിപ്രായങ്ങൾ എന്തുകൊണ്ടുണ്ടായി? നബിതങ്ങൾ ജനിച്ച ദിവസം സ്വഹാബിമാർ നബിയുടെ കൂടെ ജീവിച്ച 23 കൊല്ലങ്ങളിൽ പ്രത്യേകമായി എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഖിലാഫ് ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ഒന്ന്, നബിയുടെ കൂടെ സ്വഹാബിമാർ 23 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. 22 റബീഉൽ അവ്വൽ കടന്നുപോയി. 23-ാമത്തെ റബീഉൽ അവ്വൽ മാസത്തിൽ നബിതങ്ങൾ വഫാത്താകുന്നു. എങ്കിൽ ആ 23 കൊല്ലങ്ങളിൽ ഒരു കൊല്ലത്തിലെങ്കിലും ഞാൻ ജനിച്ച മാസമാണ് നബിതങ്ങൾ പഠിപ്പിക്കുകയും അതുപ്രകാരം നബിയും സ്വഹാബത്തും വന്ന് എന്തെങ്കിലും ഒന്ന് ആചരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ ഈ ഖിലാഫ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് തന്നെയും തെളിവാണ് അവർ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നതിന്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നില്ല. പിന്നെയുള്ളത് അന്ന് ഇനി ഒരാൾ ഒരു പ്രത്യേക ഒരു സന്തോഷം, ഒരു പ്രത്യേകമായ മദ്ഹ്, ഒരു പ്രത്യേകമായ ഒരു ഗാനം ഇതൊക്കെ ആലപിച്ചാൽ അതിന് കുഴപ്പമില്ലാന്ന് ഇമാം അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. ഇമാം അസ്ഖലാനി ഒരു ഫത്വ അങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നത് ശരിയാണ്. പക്ഷെ ആ ഫത്വയുടെ തന്നെ ആദ്യ ഭാഗത്ത് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ഇതിന്റെ ഒരു മറുവശം കൂടി പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ടല്ലോ. അസ്ഖലാനി ഇമാം റഹിമഹുല്ലാ ഈ ഫത്വ നൽകുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞെന്താണ്? അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ഈ വിഷയത്തെപ്പറ്റി ഇത് മുൻഗാമികൾക്കാർക്കും പരിചയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം ആരംഭിച്ചത്. അദ്ദേഹം പറയാം അസ്ലു അമദിൽ മൗലിദി ബിദ്അ, അസ്ലു അമദിൽ മൗലിദി ബിദ്അ. ഈ അമദിൽ മൗലിദ്, മൗലിദ് എന്ന അമദിന്റെ അസ്ല് ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, ആദ്യ തലമുറയിൽപ്പെട്ട ഒരാളിൽ നിന്നും 3 നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്ന് പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇമാം അസ്ഖലാനി പ്രത്യേകം പറയാണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസതി, ആദ്യ 3 നൂറ്റാണ്ടിലെ സച്ചരായ മുൻഗാമികളിൽ ഒരാളിൽ നിന്ന് പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാൽ അതിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന കാര്യങ്ങളിൽ കുറെ നല്ല കാര്യം നടക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതേപോലെ മറ്റു പല നന്മകളുണ്ട്. ഈ നന്മകൾ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല കാര്യം എന്ന് ഇമാം അസ്ഖലാനി ഫത്വ കൊടുത്തത് ശരിയാണ്. പക്ഷെ ആ ഇമാം അസ്ഖലാനി തന്നെ പ്രത്യേകം പറഞ്ഞു ആദ്യ 3 നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്ന് പോലും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിൽക്കുകയാണ് വിശ്വാസിക്ക് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞ
നന്മയിൽ അവരെ പിൻപറ്റിയവർ എന്ന് പറഞ്ഞ ആ ഒരു പക്ഷത്ത് നിൽക്കലാണല്ലോ നമുക്ക് ഏറ്റവും ഖൈറ്. അതുകൊണ്ട് അതാണ് ഒരു വിശ്വാസി സ്വീകരിക്കാൻ ഏറ്റവും നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രവുമല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം മൗലിദാഘോഷം ബിദ്അത്താണെന്ന് പഠിപ്പിക്കുകയും അതിന് വ്യത്യസ്തമായ വശങ്ങളെ പരാമർശിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം പ്രത്യേകം പറയാണ്, ഇത് മുൻഗാമികൾക്ക് പരിചയമില്ല, സ്വഹാബിമാർക്ക് പരിചയമില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുകയും അവരൊക്കെ ചെയ്തു വെച്ച ആ കാര്യമാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയാം. അദ്ദേഹം ഈ ജന്മദിനാഘോഷം എന്ന സലഫുകൾ മുൻഗാമികൾ ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്യാവുന്ന എല്ലാ സാഹചര്യവും ഒത്തു വന്നിട്ടും തടസ്സങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും അവർ ഇത് ചെയ്തിട്ടില്ല. എന്താ ചെയ്യാവുന്ന സാഹചര്യം? നബിയെ സ്നേഹിക്കുന്നുണ്ട് അവർ, ഒരു തടസ്സവുമില്ല, എന്നിട്ടും അവർ ചെയ്തിട്ടില്ല. ഇത് ഖൈറായിരുന്നുവെങ്കിൽ ഖൈറൻ മഹ്ള ഔ റാജിഹ, ഇത് കേവലമായ നന്മയായിരുന്നുവെങ്കിൽ ലകാന സലഫ് റളിയല്ലാഹു അൻഹും അഹഖ ബിഹി മിന്നാ, നമ്മേക്കാളേറെ ഇതിന് ഏറ്റവും യോഗ്യതയുള്ളത് സലഫുകൾക്കാണല്ലോ, മുൻഗാമികൾക്കാണല്ലോ. ഫഇന്നഹും കാനൂ അസദ്ദ മഹബ്ബതൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമൻ ലഹു മിന്നാ, നമ്മേക്കാളേറെ നബിയെ സ്നേഹിച്ചവർ മുൻഗാമികളാണ്, നമ്മേക്കാളേറെ നബിയെ ബഹുമാനിച്ചവർ മുൻഗാമികളാണ്. വഹും അലൽ ഖൈരി അഹ്റസു, അവർ ഖൈറിനോട് അങ്ങേയറ്റം താല്പര്യമുള്ളവരുമായിരുന്നു, എന്നിട്ടും അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നമാ കമാലു മഹബ്ബതിഹി വതഅലീമിഹി ഫീ മുതാബഅതിഹി വതഅതിഹി വത്തിബാഇ അംരിഹി വഇഹ്യാഇ സുന്നത്തിഹി ബാതിനൻ വളാഹിറ വനസ്രി മാ ബുഇസ ബിഹി. അതുകൊണ്ട് നബിയോടുള്ള ശരിയായ സ്നേഹമെന്ന് പറഞ്ഞാൽ നബിയെ പിൻപറ്റുക, നബി അനുസരിക്കുക, നബിയുടെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുക, നബിയുടെ സുന്നത്തുകളെ ജീവിപ്പിക്കുക, നബി തങ്ങൾ നിയോഗിക്കപ്പെട്ട ആശയത്തെ പ്രബോധനം ചെയ്യുക. ഇതാണ് ശരിയായ സ്നേഹം. فإن هذه طريقة السابقين الأولين من المهاجرين والأنصار والذين اتبعوهم بإحسان. ഇതാണ് സലഫുകളുടെ മാർഗം, ഇതാണ് മുഹാജിറുകളുടെ മാർഗം, ഇതാണ് അൻസാരികളുടെ മാർഗം, ഇതാണ് അവരെ പിന്തുടർന്നവരുടെ മാർഗം. അതുകൊണ്ട് ഈ മാർഗമാണ് നല്ലത് എന്ന്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച്, വിശ്വാസത്തെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും നല്ല എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത് അത് പ്രാവർത്തികമാക്കുക. നബി തങ്ങൾ എന്താണോ ഒഴിവാക്കാൻ പറഞ്ഞത് അത് ഒഴിവാക്കുക. പിന്നെ ന്യായം പറഞ്ഞു, എന്നാലും അങ്ങനെ ആയിക്കൂടെ, എന്നാലും ഇങ്ങനെ ആയിക്കൂടെ, ആ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞില്ലേ, ഈ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞില്ലേ, ആ കിതാബിൽ ഇങ്ങനെ ഇല്ലേ എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞ് നാം ഇതിനെ പിന്നാലെ കൂടി ഓർഡർ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ബിദ്അത്തിന്റെ പിന്നാലെ പോകലാകും, അത് നന്മയിൽ നിന്ന് പ്രകോട്ട് പോകലായി മാറും എന്ന് മനസ്സിലാക്കുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ശേഷം പറയുന്നു, വഅക്സറു ഹഉലാഇ അല്ലദീന തജിദൂഹും ഹിറാസൻ അലാ അംസാലി ഹാദിഹിൽ ബിദ്അഇ, ഇത്തരം ബിദ്അത്തുകൾ ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷത്തെ നിനക്ക് കാണാം മഅമാലഹും ഫീഹാ മിൻ ഹുസ്നിൽ ഖസ്ദി വൽ ഇജ്തിഹാദ് അല്ലദീ യുർജാ ലഹും ബിഹിമാ അൽ മസൂബ തജിദൂനഹും ഫാത്തിരിന ഫീ അംരി റസൂലി അമ്മാ ഉമിറു ബിന്നശാത്തി ഫീഹി. ഈ വക ബിദ്അത്തുകൾ ചെയ്യാൻ സദുദ്ദേശപരമായി മുന്നോട്ട് വരുന്ന ആളുകൾ, ആ സദുദ്ദേശത്തിന് പക്ഷേ സ്വീകരിക്കപ്പെട്ടേക്കാം, പ്രതിഫലം കിട്ടിയേക്കാം. എന്നാലും അത്തരം ആളുകൾ നബി തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ പലപ്പോഴും വീഴ്ച വരുത്തുന്നതായി കാണാൻ കഴിയും. വഇന്നമാഹും ബിമൻസിലതി മൻ യുഹല്ലിൽ മുസ്ഹഫ വലാ യഖറഉ ഫീഹി ഔ യഖറഉ ഫീഹി വലാ യത്തബിഉഹു, ഖുർആൻ നന്നായി അലങ്കരിക്കുകയും എന്നാൽ ആ ഖുർആനിൽ ഓതാതിരിക്കുകയും ചെയ്യുന്ന ഒരാളെ പോലെയാണ് ഇത്തരം ആളുകൾ എന്നുകൂടെ അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറയുന്നു. അതുകൊണ്ട് മുൻഗാമികൾ സ്വഹാബത്തും താബികളും താബികളും ശേഷം വന്ന മദ്ഹബിന്റെ ഇമാമുമാരും ഒന്നും ഈ ദിവസത്തിൽ, ഈ മാസത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രാവർത്തികമാക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നതിനാൽ മറ്റു ചർച്ചകളിലേക്ക് പോകുന്നതിന് പകരം അതിൽ നമ്മൾ നിൽക്കുകയും അവരെ മാർഗം എന്താണോ ആ മാർഗം പിൻപറ്റുകയുമാണ് വിശ്വാസ നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു അഅലം. ബഹുമാന്യനായ ചോദ്യകർത്താവ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ. ഇവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായും അതുപോലെ തന്നെ മരണവുമായും ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും എന്നിവിടെ വിശദീകരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം സഹാബത്ത് ഒരു ഈദ് ആയി കണ്ടിരുന്നുവെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, അപ്പം നമുക്കറിയാം മുസ്ലിമീങ്ങളുടെ 2 ഈദ്, ആ 2 ഈദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ട്. ഒന്ന് ശവ്വാൽ 1-നാണ്,
മറ്റൊന്ന് ദുൽഹിജ്ജ 10-നാണ്. അപ്പോൾ ഈദുൽ ഫിത്ർ എന്നാണ് എന്നത് മുസ്ലിം ലോകത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലോ. ഈദുൽ അദ്ഹ എന്നാണ് എന്നത് മുസ്ലിം ലോകത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കുകയും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് റസൂലുള്ളാഹിന്റെ ഈദ് അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഈദ് മീലാദുൻ നബി മനഃപൂർവ്വം അവഗണിച്ചതാണോ? ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധ്യമല്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാമിൽ ഉള്ള ഈദ് സഹാബത്ത് ദിവസം തെറ്റാതെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ കൃത്യമായി ദിവസവും സമയവും അതിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും അതിൽ ചെയ്യേണ്ട ഇബാദത്തുകളും എല്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരഭിപ്രായ വ്യത്യാസവും അതിൽ സുന്നിയെന്നോ മുജാഹിദെന്നോ അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്ത് മുസ്ലിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല. എന്നാൽ ഈ ഒരു ഈദ് റസൂലുള്ളാഹിന്റെ കാലത്തില്ല, സഹാബത്തിന്റെ കാലത്തില്ല. അതുകൊണ്ട് തന്നെ അതെന്താണെന്നുള്ള കാര്യത്തിൽ ഇന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ തീരുന്നുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്തൊരു ഈദാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ ഇമാം സുയൂത്തി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഈദിനെ കുറിച്ചല്ല, അമലുൽ മൗലിദാണ്. ആ അമലുൽ മൗലിദിനെ ഇവിടെ ഈദാക്കുകയാണ്, ആഘോഷമാക്കുകയാണ്. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ഈദ് ആഘോഷിച്ചതെന്നാണ്? 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിച്ചു. അന്ന് ഒരൊറ്റ ഈദുമില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നു മദീനയിലേക്ക്. 1-ാമത്തെ വർഷം ഈദില്ല. 2-ാമത്തെ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഈദ് ആഘോഷിക്കുന്നത്. അപ്പോൾ 14 വർഷക്കാലം, നുബുവത്തിന്റെ 14 വർഷക്കാലം ഈദ് ഇല്ല. എന്തുകൊണ്ടില്ല? അന്ന് മുസ്ലിമീങ്ങൾക്ക് സന്തോഷിക്കാൻ വകയില്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അന്ന് പാട്ട് പാടാൻ അറിയാഞ്ഞിട്ടാണോ? അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അന്ന് പ്രത്യേകമായിക്കൊണ്ട് വിവാദത്തോളം ചെയ്യാൻ അവസരമില്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല, അള്ളാഹ് പറഞ്ഞിട്ടില്ല. അതാണ്. അപ്പോൾ ഇസ്ലാമിൽ ഒരു ഈദ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുമ്പോഴാണ് ഈദ് ഉണ്ടാകുന്നത്. 14 കൊല്ലം റസൂൽ ഈദ് ആഘോഷിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാഹിന്റെ കൽപ്പന വന്നിട്ടില്ല ഈദ് ഉണ്ടാക്കാൻ. അപ്പൊ 14-ാമത്തെ വർഷം ഹിജ്റ 2-ാമത്തെ വർഷത്തിൽ ഈദ് ഉണ്ടായി. എന്തുകൊണ്ടുണ്ടായി? അപ്പൊ സാഹചര്യം ഉണ്ടായത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ കൽപ്പന വന്നു. അപ്പൊ ഇസ്ലാമിൽ ഒരു കാര്യം ഈദ് ആകണമെങ്കിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ പോലും ഒരു ഈദ് ഉണ്ടാക്കാൻ റസൂലുള്ളാഹിക്ക് അധികാരമില്ല. എന്നിട്ടല്ലേ സഹോദരന്മാരെ റസൂലുള്ളാഹി മരിച്ച് 3 നൂറ്റാണ്ട് കഴിഞ്ഞ് ഏതോ ഷിയാക്കൾ കെട്ടിയുണ്ടാക്കിയ ഈദിന് നമ്മൾ പണ്ഡിതന്മാരുടെ കിതാബ് തെളിവ് ധരിക്കുക, അള്ളാഹിന്റെ കിതാബ് തെളിവ് ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ അപകടകരമായ പ്രവണതയാണ്. നമ്മൾ മുഖല്ലിദീങ്ങളാണെന്ന് പറയുകയും എന്നാൽ ഇമാം ഷാഫിയോ ഇമാം അബു ഹനീഫയോ ഇമാം മാലിക്കോ അതുപോലെ തന്നെ മറ്റ് ഒരു മദ്ഹബിന്റെ ഇമാമിങ്ങളും പഠിപ്പിക്കാത്ത ഈദ് മീലാദുൻ നബി നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മുഖല്ലിദീങ്ങളാണ് എന്ന് നമ്മുടെ ആ പറച്ചിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് നമ്മളൊന്ന് ശരിക്കും ചിന്തിക്കണം എന്നതാണ് ചോദ്യകർത്താവിനോട് വളരെ നസീഹത്തോടുകൂടി ഉണർത്താനുള്ളത്. ചോദ്യകർത്താവിന് ഉപചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പഠിക്കാനെന്നോണമായതുകൊണ്ട് ഗണ്ണിക്കാനെന്നുള്ള അർഹതയില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരൊറ്റ ചോദ്യം കൂടി അവശേഷിക്കുകയാണ്. മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാ അവിടെ നിന്ന് പറഞ്ഞല്ലോ അങ്ങനെ നേരത്തെ ഫൈസൽ ഉസ്താദ് വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം, അതുപോലെ വാരിദായി വന്ന ഹദീസുകൾ ഉദ്ധരിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക, ഇത്തരം കാര്യങ്ങൾ മീൻ വൈരി സിയാദത്തിൻ അലാ ദാലിക എന്ന പരിഗണനയോടുകൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ബിദ്അത്തുൻ സയ്യിഅത്ത് ആകുമോ എന്നാണ് ചോദ്യം. ശരി ഉത്തരത്തിൽ അതായത് ചോദ്യകർത്താവ് ചോദിക്കുന്നത് പ്രത്യേകം ഒരു ഈദായി കാണാതെ ആ വക പരിവേഷം ഒന്നും നൽകാതെ മീൻ വൈരി സിയാദത്തിന് എന്ന് പറഞ്ഞ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അന്നൊരു പ്രത്യേക ഖുർആൻ പാരായണം, അന്നൊരു പ്രത്യേക ഹദീസ് വായിക്കൽ, ഒരു സന്തോഷം പ്രകടിപ്പിക്കൽ, അത് മാത്രമായാൽ
അത് ബിദ്അത്തുൻ മുൻകറ എന്ന് പറയാമോ എന്നാണ്. പ്രമാണങ്ങൾ അധ്യാപന പ്രകാരം അന്ന് പ്രത്യേകമായി എന്തു ചെയ്താലും അതൊക്കെ ബിദ്അത്തുൻ മുൻകറ എന്ന് പറയണം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഇതിനേക്കാൾ നിസ്സാരമായ കാര്യങ്ങൾ പോലും വ്യത്യസ്തമായ കാര്യങ്ങളിൽ മതത്തിനെ പേരിൽ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ ബിദ്അത്തുൻ മുൻകറയാണ് എന്ന് പണ്ഡിതന്മാർ കണിശമായി പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി റഗായിബ് നിസ്കാരം ഒരു നിസ്കാരമാണ്. ഇത് 400കളിൽ ഉണ്ടായി വന്ന ഒരു പുതിയ നമസ്കാരമായിരുന്നു റഗായിബ് നിസ്കാരം. ആ നമസ്കാരത്തെപ്പറ്റി നബവി ഇമാം റഹിമഹുള്ള മുതൽ അബൂ ഷാമ റഹിമഹുള്ള മുതൽ ഫതുൽ മുഈൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള വരെയുള്ള പണ്ഡിതന്മാർ അത് വളരെ മോശമായ ബിദ്അത്താണ്, ബിദ്അത്തുൻ മുൻകറത്താണ് എന്ന് അവർ എണ്ണിപ്പറഞ്ഞതായി കാണാൻ കഴിയും. ഫതവ നബവിയിൽ നബവി റഹിമഹുല്ലയോട് ഈ ചോദ്യമുണ്ട് റഗായിബിനെ കുറിച്ച്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ബിദ്അത്തുൻ മുൻകറത്താണ്, ഇത് വളരെ മോശമായ ബിദ്അത്താണ്. അദ്ദേഹം എന്താ കാരണം പറഞ്ഞത്? ഈ 2 ഹദീസാ കൊടുത്തു. ഒന്ന് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന ഹദീസും മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്ന ഹദീസും. ഈ 2 ഹദീസ് കൊടുത്ത് അദ്ദേഹം പറയാണ് ഇത് മുൻകറത്തായ ബിദ്അത്താകുന്നു. മാത്രമല്ല അദ്ദേഹം പറയാം ചില പണ്ഡിതന്മാരൊക്കെ ഇത് നല്ല ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ അങ്ങനെ പറഞ്ഞത് പരിഗണിക്കേണ്ട കാര്യം പോലും ഇല്ലാതെ, അത് പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല. അദ്ദേഹം പറയാ കണ്ടോ, ഹിയ ബിദ്അത്തുൻ ഖബീഹത്തുൻ, ഹിയ ബിദ്അത്തുൻ ഖബീഹ, ഇത് മോശമായ ബിദ്അത്താണ്. മുൻകറത്തുൻ അശദ്ദ ഇൻകാരിൻ, അത് കഠിനമായി എതിർക്കപ്പെടേണ്ടുന്ന വെറുക്കപ്പെടേണ്ടുന്ന ബിദ്അത്താണിത്. മുസ്തമിത്തുൻ അലാ മുൻകറാത്തിൻ, ഇത് ഒരുപാട് മുൻകറകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഫയതഅയ്യനു തർക്കഹ വൽ ഇറാദു അൻഹാ, ഇത് ഉപേക്ഷിക്കലും ഇതിനെ അവഗണിക്കലും മുഅയ്യനായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. വ ഇൻകാറുഹാ അലാ ഫാഇലിഹാ, ചെയ്യുന്ന ആളെ വിരോധിക്കലും നിർബന്ധമാണ്. വ അലാ വലിയിൽ അംരി വഫഖഹു അല്ലാഹു തആല മൻഉൻ നാസി മിൻ ഫിഅലിഹാ, ഭരണാധികാരി ഇതിനെ ജനങ്ങൾ ചെയ്യാതെ തടഞ്ഞു വെക്കൽ നിർബന്ധമായ കാര്യമാണ്. ഫഇന്നഹു റാഇൻ വകുല്ലു റാഇൻ മസ്ഊലുൻ അൻ റഇയതിഹി, അവൻ ഭരണകർത്താവാണ്, ചോദ്യം ചെയ്യപ്പെടുന്ന ആളാണ് റബ്ബിന്റെ മുമ്പിൽ എന്ന് അദ്ദേഹം പറയാ. വഖദ് സന്നഫൽ ഉലമാ കുതുബൻ ഫീ ഇൻകാരിഹ വദമ്മിഹ വതസ്ഫീഹി ഫാഇലിഹ, ഇത് ആക്ഷേപിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഒരുപാട് കിതാബ് എഴുതിയിട്ടുണ്ട്. ശേഷം നബവി റഹിമഹുല്ലാഹ് പറയാ വലാ യഗ്തറ ബികസ്അത്തിൽ ഫാഇലിന ലഹാ ഫീ കസീരിൻ മിനൽ ബുൽദാൻ, ഒരുപാട് നാടുകളിൽ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് എന്ന് കണ്ട് നീ വഞ്ചനായി പോകേണ്ടതില്ല എന്ന്. കണ്ടോ, ഭൂരിപക്ഷം ആൾ ചെയ്യുന്നില്ലേ? ഇന്ന് അതാണോ ആളുകൾ ഈ വിഷയത്തിലും പറയാ, എല്ലാ നാട്ടിലുമുണ്ട്, എല്ലാ രാജ്യത്തുമുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയാ ധാരാളം ആളുകൾ ധാരാളം രാജ്യങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ട്, എന്നാലും വഞ്ചിതനായി പോകേണ്ടതില്ല. വലാ ബികൗനിഹാ മദ്കൂറത്തൻ ഫീ ഖൂത്തിൽ ഖുലൂബി വഇഹ്യാ ഉലൂമിദ്ദീൻ, വസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിലും അബൂ ത്വാലിബിൽ മക്കിയുടെ ഖൂത്തുൽ ഖുലൂബിലുമൊക്കെ ഈ നിസ്കാരം നല്ല നിസ്കാരമായി പറഞ്ഞിട്ടുണ്ട്, അതിനും നീ പെട്ടുപോകേണ്ടതില്ല. വനഹബിഹിമ ഫഇന്നഹാ ബിദ്അത്തുൻ ബാത്തില, ഇത് ബിദ്അത്താണ്, ബാത്തിലാണ്. ഇപ്പൊ നബിദിനാഘോഷത്തിൽ പറയുന്ന അതേ ന്യായം നമുക്ക് ഇതിലും പറഞ്ഞൂടെ? ഇതിപ്പോ നിസ്കാരല്ലേ, അതിലിപ്പോ എന്താ മോശമുള്ളത്? അതിൽ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, റുക്കൂ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, എന്താ അതിന് കുഴപ്പമൊക്കെ ചോദിച്ചാലോ? അപ്പൊ ഗസാലി റഹിമഹുല്ലാഹി ഇഹ്യാ ഉലൂമുദ്ദീൻ വന്നിട്ട് പോലും നബി ഇമാം പറയാ അതിന് നോക്കേണ്ടതില്ല, അതിൽ പെട്ടുപോകേണ്ടതില്ല, ഇത് ബാത്തിലാണ് എന്ന് അദ്ദേഹം ഹദീസ് കൊടുക്കുന്നു. മൻ അഹ്ദസ ഫീ ദീനിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന ഹദീസ് കൊടുത്തു. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്ന ഹദീസ് കൊടുത്തു. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്ന ഹദീസ് കൊടുത്തു എന്ന് അദ്ദേഹം പറയാം. വഖദ അമറല്ലാഹു തആല ഇൻദ തനാസുഇ ബിർറുജൂഇ ഇലാ കിതാബിഹി, ഇത് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങണമെന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദുലില്ലാഹി എന്ന ആയത്ത് കൊടുക്കുന്നു. വലം യഅ്മുർ ബിത്തിബാഇൽ ജാഹിരീൻ, ജാഹിരീങ്ങളെ പിൻപറ്റാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല. വലാ ബിൽ ഇഗ്തിറാറി ബിഗലതാത്തിൽ മുഖ്തിഈൻ, ആർക്കെങ്കിലും പറ്റിയ അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങളിൽ വഞ്ചിതരാവാനും അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല, കിതാബിലേക്ക് മടങ്ങാനാണ് പറഞ്ഞത്. അല്ല, ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ചോദ്യമുണ്ട്, കുറെ പണ്ഡിതന്മാർ ഇത് അനുകൂലിച്ചിട്ടുണ്ടല്ലോ. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മറുപടി ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീമിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹത്തുള്ള മറുപടി, കുറെ നല്ല മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കുറെ നല്ല മനുഷ്യന്മാർ ചെയ്യാതിരുന്നിട്ടുമുണ്ട് എന്നാണ്.
കുറെ മനുഷ്യന്മാർ ചെയ്തു, അതിനേക്കാൾ നല്ലവരായ കുറെ ആളുകൾ ചെയ്യാതിരിക്കുകയും ചെയ്തു. അപ്പോൾ പണ്ഡിതന്മാർക്ക് ഖിലാഫ് ഉണ്ടായി. ഇനി എന്ത് വേണം? അദ്ദേഹം പറയും, അങ്ങനെ ഖിലാഫ് വന്നാൽ കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. കിതാബ് സുന്നത്തിലേക്കും മടങ്ങിയാലോ ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഖ്തിലാസ് സിറാത്തുൽ മുസ്തഖീമിൽ ഈ വിഷയമായി പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ചോദ്യകർത്താവ് ഉന്നയിച്ച അതേ വിഷയത്തിൽ ഇബ്നു ഹാജുൽ മാലിക്കി റഹിമഹുല്ലാ അദ്ദേഹത്തെ അൽ മദ്ഖൽ എന്ന കിതാബിൽ മൗലിദുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചെയ്ത അവസാനം അദ്ദേഹത്തിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാലത്തുള്ള വ്യത്യസ്തങ്ങളായ അന്നത്തെ ഇതിന്റെ ഭാഗമായി നടക്കുന്ന ഹറാമുകളെ എല്ലാം അദ്ദേഹം എടുത്തു പറഞ്ഞു. അതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാം, ഫൈൻ ഖലാ മിൻഹു, ചോദ്യകർത്താവ് പറഞ്ഞ പോലെ തന്നെ ഫൈൻ ഖലാ മിൻഹു, ഇതിൽ നിന്നൊക്കെ ഒഴിവായി, ഈ പറഞ്ഞ ഹറാമുകളൊന്നുമില്ല, അനാവശ്യങ്ങളൊന്നുമില്ല, വെള്ളത്തരങ്ങളൊന്നുമില്ല, വഅമില തുആമൻ ഫഖത്ത്, ഭക്ഷണമുണ്ടാക്കുക മാത്രം ചെയ്തു, ഭക്ഷണം മാത്രം ഉണ്ടാക്കി, വേറെ ഒരു ഹറാമുമില്ല. വനവാബിഹിൽ മൗലിദ, മൗലിദാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. വദഅ ഇലൈഹിൽ ഇഖ്വാന, സഹോദരന്മാരൊക്കെ അദ്ദേഹം വിളിക്കുകയും ചെയ്തു. വസലിമ മിൻ കുല്ലി മാ തഖദ്ദമ ദിക്റുഹു, മുമ്പ് പറഞ്ഞ എല്ലാ ഹറാമും തോന്നിവാസവും എല്ലാത്തിൽ നിന്നും ഒഴിവായിക്കൊണ്ട് അയാൾ ചെയ്തു എങ്കിൽ ഫഹുവ ബിദ്അത്തുൻ, എന്നാലും ബിദ്അത്താണ്, ബിനഫ്സി നിയ്യതിഹി ഫഖത്ത്, മൗലിദ് എന്ന നിയ്യത്ത് കൊണ്ട് തന്നെയും അത് ബിദ്അത്താണ്. മൗലിദ് എന്ന നിയ്യത്ത് കൊണ്ട് തന്നെയും അത് ബിദ്അത്താണ്. കാരണം എന്താ? ഇദ് അന്ന ദാലിക സിയാദത്തുൻ ഫിദ്ദീൻ, ഇത് മതത്തിലേക്കൊരു കാര്യം കൂട്ടിച്ചേർക്കലാണ്, ദീനിൽ ഒരു കാര്യം ചേർക്കലാണ്. വലൈസ മിൻ അമലി സലഫിൽ മാദീന, മുൻകഴിഞ്ഞു പോയ മുൻഗാമികളുടെ പ്രവർത്തനമല്ല ഇത്. വത്തിബാഉ സലഫി ഔലാ ബൽ ഔജബ്, സലഫുകളെ മുൻഗാമികളെ പിൻപറ്റലാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും വാജിബായത്. മിൻ അൻ യസീദ നിയ്യതൻ മുഖാലിഫതൻ ലിമാ കാനു അലൈഹി, ആ മുൻഗാമികൾ ചെയ്തിട്ടില്ലാത്ത, അവർ ചെയ്തതിനേക്കാൾ അധികമായി ഒരു നിയ്യത്ത് പോലും അധികമായി വന്നുകൂടാ. ലിഅന്നഹും അശദ്ദുൻ നാസ് ഇത്തിബാഅൻ ലിസുന്നത്തി റസൂലില്ലാഹി വതഅദീമൻ ലഹു വലിസുന്നത്തിഹി, അവരാണല്ലോ നബിയെ അത്രയേറെ സ്നേഹിക്കുകയും അത്രയേറെ ബഹുമാനിക്കുകയും ചെയ്തത്, അതുകൊണ്ട് അവർ ചെയ്തേ പറ്റുകയുള്ളൂവെന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ബിദ്അത്താണ്. ഈ പറഞ്ഞ ഒന്നുമില്ല, ഹറാമായ ഒന്നുമില്ല, ശിർക്കായ ഒന്നുമില്ല, എന്നാൽ പോലും അത് ബിദ്അത്താണ്. കാരണം എന്താ? മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലാണ്. ഇനി ആ ബിദ്അത്തിന്റെ ഹുക്കം എന്താണ്? അത് നേരത്തെ നമ്മൾ പരാമർശിച്ച അബൂ അംർ ഫാഖിഹി റഹിമഹുള്ളയുടെ അൽ മൗലിദു ഫിൽ കലാമി അലാ അമലിൽ മൗലിദ് എന്ന കിതാബിൽ അദ്ദേഹം പറയാ, ഇതിന്റെ ഹുക്കം എന്താണ് എന്ന് ചർച്ച ചെയ്താൽ അദ്ദേഹം പറയുന്നത്, ഒന്നുകിൽ 5 ഹുക്കമാണ് ഇസ്ലാമിലുള്ളത്. ഒന്നുകിൽ വാജിബാകണം, അല്ലെങ്കിൽ സുന്നത്താകണം, അല്ലെങ്കിൽ ഹലാലാവണം, അല്ലെങ്കിൽ ഹറാമോ കറാഹത്തോ ആവണം എന്ന് അദ്ദേഹം വാജിബിൻ ഇജ്മാ, ഇത് വാജിബല്ല എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. വലാ മന്ദൂബൻ, ഇത് മന്ദൂബുമല്ല, സുന്നത്തായ കാര്യവുമല്ല. കാരണം എന്താ? മന്ദൂബാകണമെങ്കിൽ അള്ളാഹ് പഠിപ്പിക്കണം, നബി പഠിപ്പിക്കണം. എന്നാൽ പഠിപ്പിച്ചത് വഹാദ ലം യഅ്ദൻ ഫീഹി ശർഉ വലാ ഫഅലഹു സ്വഹാബത്തു വലാ താബിഊന വലാ ഉലമാഉൽ മുതയ്യിനൂന ഫീമാ അലിംതു, ഇത് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ല, നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബിമാർ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, ദീനുപ്രകാരം ജീവിച്ച പണ്ഡിതന്മാരും ചെയ്തിട്ടില്ല, ഞാൻ അറിഞ്ഞിടത്തോളം. വഹാദ ജവാബി അൻഹു ബൈന യദൈല്ലാഹി അസ്സ വജല്ല ഇൻ സുഇൽതു അൻഹു, നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹ് എന്നോട് ചോദിച്ചാലും ഇതേ മറുപടി ഞാൻ പറയും. ഫലം യബ്ഖ അല്ല വലാ ജായിസുൻ അൻ യകുന മുബാഹ, ഇനി ഹലാലാന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. കാരണം എന്താ? ലിഅന്നൽ ഇബ്തിദാഅ ഫിദ്ദീൻ ലൈസ മുബാഹൻ ബിഇജ്മാഇൽ മുസ്ലിമീൻ, മതത്തിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവരൽ അനുവദനീയമല്ലല്ലോ. ഫലം യബ്ഖ ഇല്ലാ അൻ യകുന മക്റൂഹൻ ഔ ഹറാമാ, അതുകൊണ്ട് ഒന്നുകിൽ കറാഹത്താകും അല്ലെങ്കിൽ ഹറാമാകും, അത് രണ്ടുമല്ലാത്ത മറ്റൊന്ന് ഇതിലില്ല. ഒന്നുകിൽ കറാഹത്ത് അല്ലെങ്കിൽ ഹറാമ്. നീ എപ്പോഴാ കറാഹത്താകുക? ശേഷം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഈ ദിവസം നബിതങ്ങൾ ജനിച്ച ദിവസമാണല്ലോ എന്ന നിലക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇബാദത്ത് അധികമായി ചെയ്യുന്നുവെങ്കിൽ അതുപോലും സലഫുകൾക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, മദ്ഹബിന്റെ ഇമാമുമാർക്ക് പോലും പരിചയമില്ല. അതിനാൽ അവർക്ക് പരിചയമില്ലാത്ത ഒന്നും നമുക്കും ആവശ്യമില്ല. അവർ ചെയ്തത് മതി, അതിനപ്പുറം പുതിയതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കലാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതം. ഏതൊക്കെ പണ്ഡിതന്മാരുടെ കിതാബിൽ എന്തെല്ലാം ന്യായങ്ങൾ നിരത്തിയാലും ശരി, നവവി ഇമാം റഹിമഹുല്ലാ ഇവിടെ റഗായിബ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിലും അബൂ തയ്യിബുൽ മക്കിയുടെ ഖൂത്തുൽ ഖുലൂബിലും വന്നാലും ശരി, വലാ തഗ്തറ, നീ അതിൽ പെട്ടുപോകേണ്ടതില്ല, വഞ്ചനാകേണ്ടതില്ല എന്ന് ഒരു നിസ്കാരത്തെക്കുറിച്ച് അന്ന് പറഞ്ഞുവെങ്കിൽ ഇതൊക്കെ അവരൊക്കെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക എന്നുകൂടി ആലോചിച്ചാൽ മതി എന്ന് സൂചിപ്പിക്കുന്നു. അല്ലാഹു അഅലം. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
ചോദ്യകർത്താവ് പേര് പറഞ്ഞ് സ്ഥലം പറഞ്ഞ് ചോദ്യത്തിലേക്ക് കടക്കും. എൻ്റെ പേര് ആരിഫ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: സ്ഥിരമായി നടക്കുന്ന ക്ലാസ്സുകൾ, വാർഷികങ്ങൾ, സമയം, സ്ഥലം എന്നിവ നിശ്ചയിച്ചാണ് നടത്തുന്നത്. ഇതാരും ബിദഅത്താണെന്ന് പറയുന്നു. എന്താണ് ഇവയും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം? ഇതാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. സഹോദരൻ്റെ ചോദ്യം സ്വാഭാവികതയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. കാരണം ഒരു ഭാഗത്ത് നബിദിനാഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, ഉത്തമ തലമുറക്കാർ ആർക്കും അത് പരിചയമില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യരുത് എന്ന് സലഫികൾ പറയുമ്പോൾ തന്നെ സലഫികളും അല്ലാത്തവരുമൊക്കെ ഒരുപോലെ അവിതർക്കിതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വഅദ് പരമ്പര വെക്കുക, സ്ഥിരമായി ഖുർആൻ പഠന ക്ലാസ്സുകൾ, ഹദീസ് പഠന ക്ലാസ്സുകൾ നടത്തുക, ഇതുപോലെ മുഖാമുഖം സംഘടിപ്പിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലല്ലോ, സഹാബികൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതും ബിദ്അത്തല്ലേ? എന്താ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം? ഈ വ്യത്യാസം പണ്ഡിതന്മാർ സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊരു സമൂഹത്തിലേക്ക് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കാലോ. അപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കുമ്പോൾ ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ എൻ്റെ താല്പര്യത്തിനും സമയത്തിനും പരിഗണിച്ചിട്ട് എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം ഒരു ജുസ് ഖുർആൻ ഞാൻ പാരായണം ചെയ്യും എന്നൊരാൾ പറഞ്ഞാൽ ആരും അതിനെ എതിർക്കാറില്ല. എല്ലാ ദിവസവും ഞാൻ ഇത്ര തവണ ഇന്ന ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, പ്രത്യേകം എണ്ണം പറയാത്തൊരു ദിക്ർ ഞാൻ പറയാണ്, എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഞാൻ അതൊരു 200 തവണ അല്ലെങ്കിൽ 100 തവണ ചൊല്ലുന്നു എന്ന് പറയുകയാണ്. ആരും അതിനെ എതിർക്കാറില്ല. എന്നാൽ നബിദിനാഘോഷം നടത്തുന്നു, അതിനെ എതിർക്കാറുണ്ട്. എന്താ വ്യത്യാസം? പണ്ഡിതന്മാർ വിശദീകരിച്ചത് പ്രകാരം അതിലുള്ള വ്യത്യാസം തഖ്സീസ് ചെയ്യുന്നോ ഇല്ലയോ എന്നതാണ്. എന്താ തഖ്സീസ് എന്ന് പറയാ? ഞാൻ ചെയ്യുന്ന കർമ്മത്തിന് മതത്തിൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഇബാദത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുക, ഇത് മതത്തിലുള്ള ഒരു ഇബാദത്താണ് എന്ന നിലക്കും ഞാൻ ചെയ്യുകയും അതിനേക്കാൾ ഗൗരവപ്പെട്ട, അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴും ഞാൻ ഇത് ഒഴിവാക്കൂല. മറിച്ച് എന്താണ്, ഇത് ദീനിൽ ഞാൻ പ്രത്യേകം ചെയ്യേണ്ട ഇബാദത്താണ്, 5 നേരം നിസ്കരിക്കുന്ന പോലെ, ഓരോ നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും പഠിപ്പിക്കപ്പെട്ടതായ റവാത്തിബ് നിസ്കരിക്കുന്ന പോലെ, നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33 തവണ ഞാൻ ചൊല്ലാൻ നിശ്ചയിക്കപ്പെട്ടതുപോലെ ഒരു എണ്ണമാണ്, അതുകൊണ്ട് ഞാൻ ചെല്ലുന്നു, അത് ഞാൻ ഒരിക്കലും മാറ്റുകയില്ല, അത് നിങ്ങളും ചെല്ലുക എന്ന് അതിനൊരു പ്രത്യേക സ്ഥാനം മതത്തിൽ നൽകുമ്പോൾ അതെന്തായി തീർന്നു? അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത പഠിപ്പിക്കാത്ത ഒന്നിന് പ്രത്യേകത നൽകലായി. അതേസമയം എൻ്റെ ജീവിതത്തിലെ സൗകര്യത്തെ മാനിച്ച് ഇനി പിന്നെ ഈ പറഞ്ഞ ക്ലാസ്സുകൾ നോക്കുമ്പോൾ ആളുകൾക്ക് ദീന് പഠിപ്പിക്കണം എന്നുള്ളത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതാണല്ലോ. ഇനി അത് എപ്പോൾ പഠിപ്പിക്കണം? ഒരു സമയം തീരുമാനിച്ചാലല്ലേ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒത്തുകൂടാൻ പറ്റുള്ളൂ. അപ്പം അതിനൊരു സമയം തീരുമാനിക്കും. അപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമ്മൾ അതൊരു പ്രത്യേക സമയം തിരഞ്ഞെടുത്തതുപോലെയുണ്ട്. പക്ഷെ അങ്ങനെയല്ലാതെ ഇതെങ്ങനെ നടപ്പിൽ വരുത്തുക? അതേസമയം ഇതിലേക്ക് കൂട്ടിക്കെട്ടാൻ പറ്റുമോ മൗലിദാഘോഷത്തെ? പറ്റില്ല. എന്തുകൊണ്ട്? മൗലിദാഘോഷം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ യഥേഷ്ടമുണ്ടായിരുന്നു മൗലിദാഘോഷം നടത്താൻ. സഹാബത്തിൻ്റെ കാലത്ത് യഥേഷ്ടം, ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത് ഒരു തടസ്സവുമില്ലാതെ രംഗം വളരെ അനുകൂലമായിരുന്നു മൗലിദാഘോഷം റബീഉൽ അവ്വലിൽ നടത്താൻ. സഹാബത്തിന് ശേഷമുള്ള ഉത്തമ തലമുറക്കാരുടെ കാലത്തുമൊക്കെ യഥേഷ്ടമുണ്ടായിട്ടും 2 വിഷയങ്ങളാൽ അവരത് ചെയ്തില്ല. 2 വിഷയങ്ങൾ ഉണ്ടായിട്ടും, ഒന്ന് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായി, ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. 2, അത് ചെയ്യാതിരിക്കാനുള്ള ഒരു തടസ്സവും അവർക്കുണ്ടായില്ല. ചെയ്യാതിരിക്കാൻ, ഞങ്ങളുടെ ഈ ഒരു വർഷം ഞങ്ങൾക്ക് മൗലിദാഘോഷം ചെയ്യാൻ പറ്റിയില്ല, എന്തുകൊണ്ട്? അത് ഇന്ന ബുദ്ധിമുട്ടുണ്ടായി എന്ന് ചരിത്രത്തിലുണ്ടോ? ഇല്ല. ഒരു തടസ്സവും ഇല്ലാതിരുന്നിട്ടും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും അവരാരും നബിദിനാഘോഷം ആലോചിച്ചില്ല. അന്നുമുണ്ട് എല്ലാ വിധത്തിൽ ഇന്ന് തെളിവ് പറയുന്നതായ ആയത്തുകളും ഹദീസുകളും സംഭവങ്ങളൊക്കെ. എന്നിട്ട് എന്തേ അവർ ആഘോഷിക്കാത്തത്? അവർ ആഘോഷിക്കാഞ്ഞത് അത് ഇസ്ലാമിലില്ലാത്തത് കൊണ്ട്. അതിനാൽ റഗായിബ് നിസ്കാരം എതിർക്കപ്പെടേണ്ടതുപോലെ, മൗലിദാഘോഷം എതിർക്കപ്പെടും. അതേസമയം ഒരു വ്യക്തിയോ
അല്ലെങ്കിൽ ദഅവത്തിന്റെ പ്രബോധന മതപഠന മതം പഠിപ്പിക്കുക എന്നതിന്റെ ഭാഗമായി ആളുകളുടെ സൗകര്യം മാനിച്ച് ആളുകളുടെ അവസ്ഥകളെ മാനിച്ച് നമ്മൾ സൗകര്യപ്പെടുത്തുന്ന സമയങ്ങളോ ഇത് രണ്ടും കൂട്ടിക്കെട്ടാൻ പറ്റില്ല. അത് നമ്മുടെ പ്രാഥമിക ബുദ്ധി കൊണ്ട് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, നമ്മുടെ ദഅവത്ത് നടത്തുക എന്നത് മതം പഠിക്കലും പഠിപ്പിക്കലും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അത് എപ്പോഴാവണം? അത് രണ്ടുപേരും ഒത്തുചേരണ്ടേ? അപ്പോൾ ഒരു സമയം നിശ്ചയിച്ചല്ലേ പറ്റൂ. അപ്പോൾ ആ സമയം നിശ്ചയിക്കൽ മതത്തിന്റെ അനിവാര്യതയിൽപ്പെട്ടതാണ്. ആ സമയത്തിന് ആരും ഞങ്ങൾ ഈ സമയത്ത് വരൂ, നിങ്ങൾക്ക് ഇന്ന സ്വർഗത്തിലൊരു മണിമാളികയുണ്ട് എന്ന് നബിദിനാഘോഷത്തിനെ കുറിച്ച് വാഗ്ദാനം പറയപ്പെടുന്നത് പോലെ ഇസ്ലാമിൽ പിന്നെ നമ്മൾ ഒരു സമ്മേളനം നടത്തുമ്പം ഈ മുഖാമുഖം കേട്ടവർക്കൊക്കെ ഇന്ന പ്രതിഫലമുണ്ട്, അവർക്ക് പിന്നെ സ്വർഗത്തിൽ ഇന്ന സ്ഥാനം അതാ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇന്ന ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകത പറയാറുണ്ടോ? പറഞ്ഞാൽ അത് ബിദ്അത്തായി. അതേസമയം സ്വാഭാവികമായും അത് നടത്തേണ്ടതിന്റെ അനിവാര്യത കൊണ്ട് നമ്മൾ അതിനൊരു സമയം നിശ്ചയിക്കുമ്പോൾ അതൊരിക്കലും റസൂലുള്ളാഹിക്ക് അവസരമുണ്ടായിട്ടും ചെയ്യാത്തതായ നബിദിനാഘോഷം പോലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാഷാ അല്ലാഹ്, ഉത്തരം വ്യക്തമാണ്. നമ്മൾ മതത്തിൽ പ്രത്യേകമായ സ്ഥലവും പുണ്യവും എണ്ണവും വണ്ണവും ഒക്കെ നിശ്ചയിച്ച് ഒരു നബിജന്മദിനാഘോഷം പോലെ അത് മൂന്നാമത്തൊരാഘോഷമാണ്, ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് മതത്തിൻ്റെ ഒരാരാധനയാക്കി ഒരു കാര്യം ചെയ്യുന്നതും അതല്ലാതെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. നമ്മുടെ തുടർച്ചയായി മുന്നോട്ട് പോകുന്ന ഈ പ്രോഗ്രാമിൽ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം.